أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. قال الله عز وجل. قال الله عز وجل. എല്ലാം രണ്ടു വട്ടം ചെല്ലേണ്ടി വരുമോ? العلماء ورثة الأنبياء شفيع الورى رسول الله يا خير من دفنت بالقاء أعظمه فطاب من طيبهن الكاه واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما أبدا. محمد سيد الكونين والثقلين والفارقين من عرب ومن عجم مولاي ومن يكن برسول الله نصرته إن تلقاه اللصد في أجامها تجمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരും ബഹുമാന്യരും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലുബൈത്ത് കുടുംബത്തിലെ സയ്യിദ് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ മഹാനരായ കണ്ണി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ആധികാരികമായ ഉദ്ഘാടന കർമ്മം വളരെയധികം അർത്ഥഗർഭമായ ആത്മീയ ഉപദേശം നൽകിക്കൊണ്ട് നിർവഹിച്ച നമ്മേവരുടെയും ആത്മീയ നേതാവായിട്ടുള്ള മഹാനരായ സയ്യിദ് പ്രഗത്ഭ പണ്ഡിതരും ചിന്തകരും എഴുത്തുകാരനും എല്ലാമായിട്ടുള്ള മഹാനായ സയ്യിദ് ത്വഹാ തങ്ങൾ ജിഫരി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം ആശംസിച്ച എൻ്റെ സഹപ്രവർത്തകനും അഭിവന്ദ്യ ആത്മീയ സുഹൃത്തും നമ്മുടെ ഈ പരിമജാരികവയിലെ മദ്രസയുടെ പ്രഗത്ഭനായ സദർ മുഅല്ലിമും വളരെ പ്രഗത്ഭനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ അസീസ് അഷാഫി കുയ്യൂർ, നമ്മുടെ ഈ മഹത്തായ വേദിയിലെ അനുഗ്രഹീത സാന്നിധ്യം പ്രമുഖ പണ്ഡിതനും കാൾനാട് ജമാഅത്തിൻ്റെ പ്രഗത്ഭ ഖത്തീബും എല്ലാത്തിനേക്കാളുപരി നമ്മുടെ നാടിൻ്റെ അഭിമാന പണ്ഡിതരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസ്മായിൽ ദാരിമി, എൻ്റെ ആദരണീയരായ സുഹൃത്തും കൂടിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ദാരിമി, സമാദരണീയരായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹൈദർ ദാരിമി, ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി, നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലെ ഈ വേദിയിലെ സാന്നിധ്യം നമ്മുടെ ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട നമ്മുടെ മദ്രസൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ് പരിമ, നമ്മുടെ മദ്രസയുടെ പ്രഗത്ഭനായ കാര്യദർശി പ്രിയപ്പെട്ട ഹാജി അബ്ദുറഹിമാൻ സാഹിബ്, നമ്മുടെ ജാരികബൈലി ശാഖ SKSFൻ്റെ പ്രഗത്ഭനായ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട യാക്കൂബ് അണ്ടകേരി, അതിൻ്റെ കാര്യദർശി പ്രിയപ്പെട്ട ഷിഹാബുദ്ദീൻ, അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട റഷീദ് പരിമ, അതിൻ്റെ കോശാധികാരി പ്രിയപ്പെട്ട സൈനുദ്ദീൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, ഏറെ സ്നേഹമുള്ള ഉമ്മപങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട പരമലായി കബൂൽ ചെയ്യട്ടെ.
ആമീൻ ചൊല്ലു. അള്ളാഹു കബൂല് ചെയ്യട്ടെ. ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരായ മശായിഖുമാരായ ശംസുൽ മതങ്ങളെ പോലെയുള്ള ആ പുണ്യാത്മാക്കൾ, മഹാന്മാർ, ഔലിയാക്കന്മാരെ കൂടെ അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കർമ്മങ്ങളുടെ പരിപാടികളുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഇസ്സത്തും ഉയർച്ചയും അള്ളാഹു ഏറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി രാപ്പകലില്ലാതെ ഘട്ടപ്പെട്ട, അധ്വാനിച്ച, സഹായിച്ച, സഹകരിച്ച, നേതൃത്വം കൊടുത്ത, സലഹമായിത്തിയ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ വന്നുകൊണ്ട് സഹകരിച്ചിട്ടുള്ള ഉമ്മപങ്ങന്മാർ, സഹോദരന്മാരെയും, എല്ലാത്തിനേക്കാളുപരി SKSSF ജാരികബേൽ ശാഖയുടെ പ്രവർത്തകന്മാർ, നമ്മുടെ മദ്രസ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരുടെയും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി, അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലായി, സുന്നത്ത് ജമാഅത്തിൻ്റെ ഈമാനിലായി, മഹാന്മാരായ ശൈഖുന ശംസുൽ ഉലമയെ തങ്ങളെ പോലെയുള്ള മഹാന്മാരോടുള്ള മഹബത്തിലായി, സുഹബത്തിലായി അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, മുന്നോടി ആമുഖം നീട്ടുന്നില്ല. അത് കീലുമേലാക്കണ്ട, കൈവിടും, കറക്റ്റ് ആവും ഇൻഷാ അല്ലാഹ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ദിക്റാകുന്ന ഇൽമു പറച്ചൽ, അള്ളാഹിൻ്റെ ദീനിൻ്റെ ഇൽമു പറയുക എന്നത് ഏറ്റവും വലിയ ദിക്റാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറ്റവും വലിയ അമലാണ്. അങ്ങനെയുള്ളൊരു പരിപാടി നടക്കുന്ന മഹത്തായ സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവ് കൊണ്ട് പറയപ്പെട്ട പരിശുദ്ധമായ പരിപാവനമായ മജ്ലിസിലാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ആ മജ്ലിസിനോട് നല്ലൊരു ആദബും ബഹുമാനവും, അതിനോട് നല്ലൊരു റെസ്പെക്റ്റും ആദരവും നമുക്ക് നല്ലോണം വേണം. കാരണം ഇതൊരു ലോക്കൽ പരിപാടിയല്ല. നമ്മളേറ്റവും വലിയ മിസ്റ്റേക്ക് എന്തറിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളുടെ, കാര്യങ്ങളുടെ, കർമ്മങ്ങളുടെ, പള്ളികളുടെ, മദ്രസകളുടെ, സാദാത്യങ്ങൾ, ആലിമീങ്ങളുടെ, SKSSFൻ്റെ അതിൻ്റെ മഹത്വങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട പോലെ തിരിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നിങ്ങളെ ചെറുതാക്കുന്നതല്ല, മൊത്തത്തിൽ ഒരു മാമൂല് നടക്കട്ടെ. കഴിഞ്ഞ വർഷം ആയിട്ടല്ലേ, ഈ വർഷം ആവട്ടെ, ഈ വർഷം ആവണേ അല്ലേ, ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെ ചിന്താഗതി. സത്യത്തിൽ ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ ഗുണമറിഞ്ഞവർ, ഇതിൻ്റെ മണമറിഞ്ഞവർ, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ, ഇതിൻ്റെ ഫളായിൽ തിരിഞ്ഞവർ, കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മരിച്ചുപോയ നല്ലവരായ മുഅ്മിനീങ്ങളാണ്. അന്നവർക്കിത് വലിയ കാര്യമായിരുന്നു. അന്നുള്ള പറയുന്നവർക്കും പറയപ്പെടുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഇതിനോട് വലിയ ബഹുമാനവും ആദരവും ഇതുകൊണ്ട് വലിയ ഉപകാരവും ലഭിച്ചിട്ടുണ്ടായി. അവരുടെ വഅലാലെ പലരും ചാകുന്നോവർ വജിലത്ത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറ്റി പറയേണ്ടതുപോലെ പറയുമ്പോൾ അന്നുള്ള കാലത്ത് അത് കേൾക്കാൻ വന്നവർക്ക് ഈമാൻ കൂടി. ഈമാന് ധാരാളമായി വർദ്ധിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിന്, ശരീരത്തിന് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അല്ലാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം, അല്ലാഹുവിനോടുള്ള അപാരമായ ആ മഹബത്ത്, അല്ലാഹുവിനോടുള്ള എന്തൊന്നില്ലാത്ത ഇഷ്ക് അങ്ങ് നല്ലോണം കൂടിയപ്പോൾ ആ വയല് കേൾക്കുന്ന മജ്ലിസിൽ അവർ ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ട ചരിത്രമുണ്ട്. അതാണ് വയല്, അതാണിത് പരിപാടി. പണ്ടേയല്ല, പണ്ടത്തെ കാലക്കാർ, നമ്മളെ ഹിരിയന്മാർ, ബോബ, എന്താ പറയാ, ഉമ്മാമക്ക് എന്താ പറയാ, ഉമ്മാമ, ബോമ, ബോബ, ബോമ അല്ലേ? അന്ന് ഇതുപോലെ സൗകര്യമില്ല, ഫെസിലിറ്റി ഇല്ല, സവളത്തില്ല, റോഡില്ല, ലൈറ്റില്ല, കമ്പത്തിൽ വെളിയില്ല. എന്നിട്ട് പോലും കിലോമീറ്ററുകളപ്പുറം തോടും കാടും പുഴയും കിടന്നിട്ട് വയല് കേൾക്കാൻ ചൂട്ട് കത്തിച്ചിട്ട് പോയവരാണ് പണ്ടത്തെ മനുഷ്യന്മാർ. ഞങ്ങളെ ഹിന്ദിനെ തലമാറാം, അതായത് ഇവിടെ ഇരിക്കുന്ന പല വയസ്സന്മാരും. കാരണം എന്തേ? അവർക്കതിൻ്റെ ഗുണമറിയാം, അതിൻ്റെ മണമറിയാം. അപ്പം ഞമ്മക്ക് ഇതിനോടുള്ള വലിയ മഹബത്തും ഒരു ബഹുമാനം പോകണം. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതിനറിയാം തുടക്കത്തിൽ, ഞാൻ ഇത് പറഞ്ഞതിനറിയാം തുടക്കത്തിൽ, നിങ്ങൾ ഇരുന്നത് എന്തല്ലോ ആയിന് ഈ മജ്ലിസിനോട് ഏറ്റവും നല്ലൊരു ബഹുമാനം കാണിക്കട്ടെ. അങ്ങനെ അറിഞ്ഞാൽ ഞങ്ങൾ ഈ ഇരുത്തം ചന്താക്കണം. എല്ലാം ചന്താവണോ എന്ന് ദീനുൽ ഇസ്ലാമിന് വലിയ നിർബന്ധമുണ്ട്. ഞങ്ങളെ സംസാരം ചന്താവണോ, ഞങ്ങളെ വേഷവിധാന ചന്താണോ,
ഞങ്ങളെ ഇടപാട് വടനാട്ട എല്ലാം ചന്താണോ? ഞങ്ങളെ കറമ്പുകൾ, ഞങ്ങളെ കാര്യകലാപ്പുകൾ എല്ലാം നന്നാണോ? എല്ലാം ചേലാണോ? കാരണം അല്ലാഹു തആലാക്ക് ചേലാക്കുക, ചന്തമാക്കുക, ഭംഗിയാക്കുക എന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളെ മജ്ലിസും ചന്താണോ? ഇൽമിൻ്റെ മജ്ലിസാണിത്, സ്വർഗത്തിൻ്റെ തോപ്പാണിത്, അള്ളാന്റെ മലായികത്തീങ്ങളെ സാന്നിധ്യമുള്ള അനുഗ്രഹീതമായ സംഗമമാണിത്. ഞങ്ങളോടൊപ്പം നമുക്ക് വേണ്ടി ആമീൻ പറയാൻ അള്ളാന്റെ മലായികത്തീങ്ങളെ ഇറങ്ങപ്പെടുന്ന മജ്ലിസാണിത്. അള്ളാഹിനെ പറ്റി പറയപ്പെടുന്ന മജ്ലിസ്, അവൻ്റെ ഹബീബരായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയപ്പെടുന്ന മജ്ലിസ്, അവൻ്റെ ദീനനുസരിച്ച് നല്ലപോലെ ജീവിച്ച് ഞങ്ങൾക്ക് നേതൃത്വം നൽകി മരിച്ചുപോയ മഹാന്മാരായ മശായിഖുമാരായ ഷെയ്ഖുനാ ശംസുൽ ഉലമ തങ്ങളെ പോലെയുള്ളവരെ, കാലം കണ്ട ഏറ്റവും വലിയ പണ്ഡിതരായ മഹാനരായ മിത്തബൈൽ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ അനുസ്മരിക്കുന്ന മഹത്തായ സദസ്സാണിത്, മജ്ലിസാണിത്. ഇത് ചെറിയ മജ്ലിസല്ല. അല്ലാഹു തആല ഇതിനേക്കാളേറെ ഭംഗിയിൽ നാളെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അപ്പം ആ മജ്ലിസും ചന്താക്കണം. നിങ്ങൾ ചൊല്ലുന്ന കേട്ടിട്ടില്ലേ? നിങ്ങൾ ചൊല്ലത് കേട്ടിട്ടില്ലേ? എങ്ങനെ ചത്തിട്ട് കിടന്നെങ്കിലും ചമഞ്ഞിട്ട് കിടക്കണോ? മയ്യത്തായിട്ട് കിടന്നെങ്കിലും ഒട്ടാര കിടക്ക തീരോല. മയ്യത്തായിട്ട് കിടന്നോ ചന്തത്തിൽ കിടക്കണോ? നല്ല പുതിയ അപ്പുറം പോലെ കിടക്കണോ? അപ്പം പിന്നെ ജീമത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയും ചന്തത്തിൽ കിടക്കണേ? ചത്തപ്പീനെ അങ്ങനെ കിടന്നെങ്കിൽ എന്തേ? അറക്കാൻ കൊണ്ടുവന്ന പോത്തിൻ്റെ തല പൂഞ്ഞെങ്കിൽ എന്താ? പൂഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും അറക്കും തന്നെ അല്ലേ? അപ്പം നിങ്ങൾ എന്താക്കണമെന്നുണ്ടാ? നിങ്ങൾ എന്താക്കണമെന്നുണ്ടാ? തെല്ല് എണീക്കണം. അവിടുന്ന് എണിച്ചിട്ട് നിങ്ങൾ എതിർത്ത കസാല തുറണ്ട. കസാല ഞങ്ങളെ സംഘാടകർ വാട വെച്ചിറാറ് ഔഡമേ വേണം, 1 ഇഞ്ച് അപ്പുറം പ്രവതീറ. നിങ്ങൾ തെല്ല് എണീക്കണോ? എതിർക്ക് പറഞ്ഞു അയാളെ നോക്കണ്ട. അയാൾ ബർത്ത് ഫോട്ടോ നിങ്ങൾ എണിക്കോ? അയാളെ കബർക്കൊന്നും ഞങ്ങൾ പോണില്ലല്ലേ? നാളെ കബർ കത്തിയോ നോക്കോ അയാളെ മുഖ? അത് നോക്കിയാൽ വേണ്ട. ആ ബലി ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നോ? അതിനൊരു സൈഡാക്കിനെങ്കിൽ നല്ല ഉണ്ടായി. ഇത് എൻ്റെ അണ്ണാക്കലൊക്കെ കയറും പോലെ അതിന് ബലി. ആളെ കാണുന്നില്ല, ആൾ കുറേ ഉണ്ടോ? കാണുന്നില്ലെങ്കിൽ സാരമില്ല, ഞാൻ അങ്ങനെ കണ്ണ് ചിമ്മരി ചൊല്ലിക്കോളാ. ഇത് കണ്ണിന് ഭയങ്കര ഒരു നമുക്കൊരു ഒരു ഒരു ഇതുപോലാണ്. ജസ്റ്റ് ഒന്ന് തിരിക്കി, ജസ്റ്റ് ಅಲ್ಲಿಗೆ ಕ್ರೋಸ್ ಮಾಡಿ. ಅಯ್ಯವಾ ಸಾಕು ಇದು ಹಾಗೇನೆ അങ്ങനല്ലേ? നിങ്ങൾ കന്നഡ ഭാഷയല്ലേ? എല്ലാം കുറച്ച് പഠിച്ചത് കൊണ്ട് സലാമത്തായി. അഞ്ചന മൺപിള്ളേ അഞ്ചത്ത് തൂലേ ഇഞ്ച് എതിർക്കാട് എതിർകത്ത് ആച്ചപ്പ്. ബസ് അയ്യോ ഇപ്പം ക്ലിയറായി. അത് ഫുള്ള് തിരിക്കാൻ കഴിയുക, കാരണം അത് ഓർക്ക് ലൈവിൻ്റെ ഓർക്കും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല മജ്ലിസിന് ഒരു ഭംഗിക്കേടുവാണ്. തിരിക്കണമൊന്നുമില്ല, ഇവരെ കാണണ്ടേ. അപ്പോൾ അത് ഒരു അപ്പുറപ്പുറാക്കാനാകുന്നില്ല. എന്നാലും അൽഹംദുലില്ലാ അത് കുറച്ച് ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിനെങ്കിൽ നല്ല ഉഷാറാട്ടി മജ്ലിസ്. അത് ഫസ്റ്റ് അപ്പുറപ്പുറല്ലാന്ന് സാരമില്ല. പിന്നെ ഞങ്ങളത് ഏകദിന പരിപാടിയല്ലേ, നാളെ ശരിയാക്കാൻ ചിലപ്പോൾ ഇന്നേ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇന്നേ. അത് അല്ലാഹു തആല ഈനക്കാളേറെ ചന്തത്തിൽ നാളെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടട്ടെ. ഇതിനു വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടവരാണ് ഞങ്ങളെ മദ്രസയുടെ കമ്മിറ്റി നേതാക്കന്മാർ, ഞങ്ങളുടെ നാട്ടിൻ്റെ നേതാക്കന്മാർ, ഞങ്ങളെ ജാരിക ബൈൽ ഷാഗ SKSFിൻ്റെ നല്ലവരായ പ്രവർത്തകന്മാർ. അവർക്ക് വേണ്ടി വലിയ നേതൃത്വം കൊടുത്ത, വേണ്ട ഉപദേശങ്ങൾ സലഹമായിത്തികൾ കൊടുത്ത ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സദർ ഉസ്താദ് അഷ്ഷാഫി ഉസ്താദ്, അതുപോലെ തന്നെ ആദരണീയരായ എൻ്റെ അഭിമന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ്, പിന്നെ ഇസ്മായിൽ ദാരിമി ഉസ്താദ്, അതുപോലെ തന്നെ അഷ്റഫ് ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ റസാഖ് ദാരിമി, ഹൈദർ ദാരിമി ഉസ്താദ്, അങ്ങനെയുള്ളവരൊക്കെ അല്ലാഹു തആല അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ചൊല്ലി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ്, ഈമാനോടെ ഇതുവരെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് അല്ലാഹു തആല നമുക്ക് ഈ ഭൂമി ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ നിയമത്ത്. അല്ലാഹു തന്ന നിയമത്തുകൾക്ക്, അല്ലാഹു ചെയ്ത നിയമത്തുകൾക്ക് കണക്കും കഴിയുമില്ല. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത നിയമത്തുകൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രഥമമായത്, പ്രധാനപ്പെട്ടത്, ഏറ്റവും ബെസ്റ്റായത് അല്ലാഹു തആല ഞങ്ങളെ മനുഷ്യരായി പടച്ചതിൻ്റെ പിന്നെ, മനുഷ്യരായി ഞങ്ങളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതിൻ്റെ പിന്നെ അല്ലാഹു തആല ഞങ്ങൾക്ക് ഈമാൻ തന്നു എന്നതാണ്, മുസ്ലിമീങ്ങളാക്കി എന്നതാണ്. എന്നൊരു കാര്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളായി അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും വിശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഞാനും നിങ്ങളും എന്നൊരു കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാകണം. എന്നൊരു കാര്യം നിങ്ങൾ മറക്കൊതീറ, എന്നൊരു കാര്യം നിങ്ങൾ വിടോ
നദീറ. അതെന്തുകൊണ്ടുണ്ട? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്, ഈമാന് കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലാതെ നിങ്ങൾ മരിക്കുന്നവരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് പടച്ച തമ്പുരാൻ ഞങ്ങളോട് പറയുമ്പോ ആ നിലക്ക് മരിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഈമാനോടെ മരിക്കുക എന്നത് കുറച്ച് റിസ്ക്കുള്ള വിഷയമാണ്. അങ്ങനെ എളുപ്പത്തിൽ മരിക്കാൻ കഴിയില്ലല്ല. തമൂതൂന കമാ തഈശൂന വതുശറൂന കമാ തമൂതൂന. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ മരിക്കും, എങ്ങനെയാണോ നിങ്ങൾ മരിച്ചത് അങ്ങനെ നിങ്ങളെ നാളെ പരലോകത്ത് കൊണ്ടുവരാം. തമൂതൂന കമാ തഈശൂന. കുറേ ആളപ്പുറം ഉണ്ടല്ലേ, ബൈക്കിൻ്റെ അവിടെ അവിടെ ഇവിടെ അല്ല. വയല് കേൾക്കണോ, ആമീൻ ചൊല്ലണോ, മഹാന്മാരെ ചരിത്രം കേൾക്കണോ, ശംസുല്ലമാനെ പറ്റി പറയപ്പെടുന്ന മജ്ലിസിൽ ദയിക്കണോ എന്ന് ആശ വെച്ചിട്ട് ആരെങ്കിലും അപ്പുറം നിന്നിട്ട് വയല് കേട്ടോണ്ടുണ്ടെങ്കിൽ അങ്ങ് ഈ മജ്ലിസിക്കേ പറഞ്ഞു. എന്നാൽ അതല്ല, തെല്ല അർജൻറ്റ് ഉണ്ട്, വേഗം പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് അപ്പുറമേ പോവാം, വല്ല ഗടിപിടിയൊന്നുമില്ല. പിന്നെ സീർണിയുടെ അവിടെ അങ്ങനെ കണക്കിലേറെ ആൾ വേണ്ട, 35 കെട്ടും 45 ആളും അങ്ങനെയുണ്ട് കുറേ ജാഗകൾ. ഇവിടുത്തെ വിഷയമല്ല, കെട്ട് 35 കെട്ടാക്കോ 45 ആൾ, അങ്ങനെ കണക്കിലേറെ ആൾ വാടുകയും വേണ്ട. ഇവിടെ സ്വർഗത്തിൻ്റെ തോപ്പ് ഇത്, അല്ലാണ്ട് ജാരകബയില് ഫുള്ളു ഇപ്പം സ്വർഗത്തിൻ്റെ തോപ്പല്ല. ഈ ജാഗമേ സ്വർഗത്തിൻ്റെ തോപ്പോ, ഇത് പരിപാടി തീരെടുത്തോളം മാത്രം. അത് നിങ്ങൾ ദയിച്ചത് കൊണ്ടുമല്ല, ഞാൻ പറയുന്നത് കൊണ്ടുമല്ല, മറിച്ച ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇത് സ്വർഗത്തിന്റെ തോപ്പായത് എന്തറിയാ, ഇത് ഇൽമിന്റെ മജ്ലിസാണ്. അള്ളാനെ പറ്റി പറയപ്പെടുന്ന മജ്ലിസ, അവന്റെ ഹബീബിനെ കുറിച്ച് പറയപ്പെടുന്ന മജ്ലിസ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയപ്പെടുന്ന മജ്ലിസ്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി പറയപ്പെടുന്ന മജ്ലിസ, ശംസുൽ തങ്ങള്, കണ്ണിയത്തോര്, മഹാനരായ വരക്കൽ തങ്ങള്, മഹാന്മാരായ പണക്കാട്ട വലിയ തങ്ങള്, അങ്ങനെയുള്ള മഹാന്മാരെ പറയപ്പെടുന്ന മജ്ലിസാകുമ്പോ അതൊരു ബർക്കത്തുള്ള മജ്ലിസാണ്, അതൊരു മുബാറക്കായ മജ്ലിസാണ്, അത് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്, അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ള ബഹുമതിയുള്ള മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ കുരുത്തവും പൊരുത്തവും പ്രതിഫലം കിട്ടണമെങ്കിൽ എവിടെങ്കിലും ദയിച്ചിട്ട് വയല് കേട്ടങ്ങാവല, എവിടെങ്കിലും ദയിച്ചിട്ട് ആമീൻ ചൊന്നങ്ങാവല. അവിടെ ചൊന്നെങ്കിലും ആമീൻ ചൊന്നെങ്കിലും അല്ലാഹ് കബൂലാക്കുക, അത് വേറെ വിഷയ. അവിടെ വയല് കേട്ടെങ്ങോ വയല് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അത് വേറെ വിഷയ. ആയെങ്കിൽ ആ സ്വർഗത്തിന്റെ തോപ്പിൽ ദയിച്ചിട്ട് കേട്ട് കൂലി കിട്ടണമെങ്കിൽ ഉടകെ പറഞ്ഞു. അള്ളാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, തമൂതൂന കമാ തഈശൂന. എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത്, ഏത് കോലത്തിലാണോ നിങ്ങൾ ജീവിച്ചത്, ഏത് അവസ്ഥയിലാണോ നിങ്ങൾ ജീവിച്ചത്, എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണോ നിങ്ങളുടെ ജീവിച്ചത്, അതേ കോലത്തിലായിട്ടിക്കോ നിങ്ങളെ മരണ. നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട്, നല്ല ഇബാദത്ത് ചെയ്തിട്ട്, നാവും കണ്ണും കാതും കൽബുമെല്ലാം ഹറാമുകളിൽ നിന്നിട്ട് സൂക്ഷിച്ചിട്ട് ജീവിച്ചവരാണെങ്കിൽ നിങ്ങളെ മരണം നല്ല നിലക്കാണ്, ഈമാനോട് കൂടിയാണ്. അതല്ല തമ്മാടിത്തരം ചെയ്തിട്ട് ജീവിച്ചവരാണെങ്കിൽ, കള്ളക്കച്ചവടം നടത്തിയിട്ടും കഞ്ചാവ് വലിച്ചിട്ടും ജീവിച്ചവരാണെങ്കിൽ, ഫിത്ന ഫസാദ് പറഞ്ഞിട്ട് ജീവിച്ചവരാണെങ്കിൽ, നാട്ടിൽ അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവരാണെങ്കിൽ, ബാപ്പവുമ്മാനെ നോക്കാതെ ജീവിച്ചവരാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും പിടികൂടിയിട്ട് ജീവിച്ചവരാണെങ്കിൽ നിങ്ങളെ മരണം മോശപ്പെട്ട മരണമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, ഫാരിഖുൽ ജമാഅ കാന മീതതുഹു മീതതൻ ഖബീസ. സമുദായത്തിന്റെ ഇടയില്, സമാജത്തിന്റെ ഇടയില്, നാട്ടുകാർക്കിടയില്, മഹല്ലുകാർക്കിടയില് അനൈക്യം കൊണ്ടുവരുന്നയാള്, പരസ്പര സ്പർദ്ധ ഉണ്ടാക്കുന്നയാള്, ഫിത്ന ഫസാദ് പറഞ്ഞിട്ട് ആൾമാരെ തെറ്റിക്കുന്നയാള്, പാർട്ടി ഗ്രൂപ്പ് പറഞ്ഞിട്ട് ആൾമാരെ ബടക്കാക്കുന്നയാള്, കാന മീതതുഹു മീതതൻ ഖബീസ.
അവൻ ഈമാന് കിട്ടിയിട്ട് മരിക്കല. അവൻ നായി ചത്തതുപോലെ കാഫിറായി ചത്തുപോകുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ഇത് എനക്ക് ബാധകമാണ്, നിങ്ങൾക്ക് ബാധകമാണ്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഇത് ഏതോ ഒരാൾമാർക്ക് മാത്രമല്ല. ഒരു മഹല്ലും ചൊല്ലുമ്പോൾ ഒരു മദ്രസ ചൊല്ലുമ്പോൾ അതൊരു ദീനിൻ്റെ കേന്ദ്രമായിട്ടിക്കട. എല്ലാ സൗഹാർദ്ദ സമാധാന കാണേണ്ടത് ആ മഹല്ലത്തിൽ, എല്ലാ ഒത്തൊരുമ ഒగ్గട്ട് കാണേണ്ടത് ആ റായത്തങ്ങളിൽ, എല്ലാ പിരിസപ്പാട് ഓർമ്മപ്പാട് കാണേണ്ടത് അവിടെയുള്ള മുസ്ലിമീങ്ങളിൽ. അതുപോലെ തന്നെ എല്ലാ സ്നേഹ പിരിസപ്പാട് കൊടുക്കണായ ആൽമാർ, അവിടെയുള്ള മറ്റു ജാതിക്കാർ, മുസ്ലിമീങ്ങൾ, ഹിന്ദുങ്ങ, ക്രിസ്ത്യൻസ്, അങ്ങനത്തെ എല്ലാവരും നല്ല ഒగ్గട്ടിൽ വേണം, നല്ല സൗഹാർദ്ദത്തിൽ വേണം, നല്ല പിരിസപ്പാടിൽ വേണം, നല്ല ഓർമ്മപ്പാടിൽ വേണം, നല്ല സഹായ സഹകരണം ചെയ്തുകൊണ്ട് വേണം. ഒగ్గട്ട് പൊളിതാക്കാൻ പാടില്ല, സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിങ്ങളെ ബുക്കിൽ നാ വായിച്ചരാ മക്കളത്തിൽ ദൂറാക്കോറു ഉമ്മറോട്ടെ കൊണ്ടിരാക്കി നല്ലത്, നിങ്ങൾക്ക് നല്ല ചന്തത്തിൽ കേട്ടോണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരിപാടി തീരോടത്തോളം കിടാ വരുമ്പോൾ ജാഗ്രത ആക്കിക്കൊണ്ട് വേണം. വേറൊന്നുമില്ല, കിടാ ഉണ്ടെങ്കിൽ വലിയ ബർക്കത്തെ. കിടാവിൻ്റെ ആമീന് മാഷാ അല്ലാ വജബല്ലി ജാവ, ആ ആമീൻക്ക് ഉത്തരം കിട്ടിയിട്ടായി. നണ്ട് നോക്കറു, ഞാനത് വാർക്കുമ്പോഴത്തേക്കും ഞാൻ ആമീൻ ചൊല്ലുമ്പോഴത്തേക്കും, നിങ്ങൾ വാർക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആമീൻ ചൊല്ലുമ്പോൾ അല്ലാഹ് ഉത്തരം ചെയ്യണ വേണ്ടേന്ന് ഓർക്ക് നോക്കുക. ആമീൻ നീട്ടിട്ട് ചൊന്നറ, നാണും നിങ്ങൾ എല്ലാം ചൊന്നറില്ലേ, നിങ്ങൾ നല്ലൊട്ടിക്ക് ഇല്ലേന്ന് ഉണ്ടും ചൊല്ലട്ടെ, തലാട്ടിയും മയ്യാവും. അപ്പം ഞങ്ങൾ ആമീൻ ചൊല്ലിയെങ്കിൽ, ആമീൻ ചൊല്ലിയെങ്കിൽ എന്താ അർത്ഥം? ആമീൻ ചൊല്ലിയെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാലി 3 അക്ഷരമല്ല 4 അക്ഷരമല്ലാതെ അത് വിശാലമായ അർത്ഥമുള്ളൊരു ദ്വയാണ്. അത് നബി തങ്ങൾ ഞങ്ങളോട് പറയാൻ സുന്നത്തായി പറഞ്ഞിട്ടുള്ള വാക്കാണ്. അത് നല്ല മട്ടം പോലെ സ്ഫുടമായി സ്പഷ്ടമായി ചന്തത്തിൽ ചൊല്ലണം. ലാസ്റ്റത്തെ അക്ഷരം ചൊല്ലുമ്പോൾ ബായി കൂടെ തീറ ആമീൻ. ബായി കൂടിത്താ ഇല്ലല്ലേ, അങ്ങനെ വേണേ. ചില ആൾമാരോ ആമീം അവൻ ചെല്ലല്ലോ കൊബള പാറോ അങ്ങനത്തെ ആമി മാത്രം ചെന്നത് എങ്ങനെ ബായി കൂടിയിട്ട്. അപ്പം എന്തായി എമ്മായി ലാസ്റ്റ് അല്ലേ അല്ലേ. ബായി കൂട്ടി ചൊല്ലുമ്പോൾ എന്താവിടും? നിങ്ങൾ ട്രൈ ആക്കി നോക്കറു. ആമീം അർത്ഥമേ പോയി, അർത്ഥമേ പോയി, അർത്ഥം ഓടകോ എത്തി. ലാസ്റ്റ് മീമല്ല വേണായോ, ലാസ്റ്റ് ഈ അമ്മല്ല വേണായോ, ലാസ്റ്റ് ബായി കൂടനായതല്ല വേണായോ, ലാസ്റ്റത്തെ അക്ഷര എണ്ണായിട്ടിക്കട് നൂനായിട്ടിക്കട് ബായി കൂട തീറ. അങ്ങനല്ലോ ഉസ്താദ്, നൂന് ചിലപ്പോൾ ബായി കൂടുന്ന ഇല്ലല്ലേ. ഇനി മഹ്റജ് എന്തെങ്കിലും അപ്പുറം 4 ഉസ്താദ് ചെല്ലുവാറ്. നിങ്ങന്ത് കടിപിടിയാക്കണ്ട, ഞങ്ങൾ ശരിയാക്കാം. ഇത് കറക്റ്റ് എന്തോ അപ്പുറം ഇല്ല എന്നോ ഞങ്ങൾക്ക് അവരത്ര ഇൽമന്തും ഇല്ലല്ലേ, എന്തൊക്കെ അപ്പുറം അങ്ങനെ നിങ്ങൾ വേണം. ആമീൻ ലാസ്റ്റത്തെ അക്ഷരം ഏത്? നൂനു. ഇംഗ്ലീഷിൽ ചൊന്നെങ്കിൽ എൻ ചൊല്ലുമ്പോൾ വായി കൂട്ടറാ ആമീൻ ഇല്ലേ, അങ്ങനെ ചൊല്ലണം. എന്താ അർത്ഥം? ഐ ഇസ്തജിബ് യാ അല്ലാഹ്, ഐ ഇസ്തജിബ് യാ അല്ലാഹ്, പടച്ചോനെ നീ ഉത്തര താ അല്ലാഹ്. എത്ര വലിയ അർത്ഥമായിട്ടിക്കട, എത്ര വലിയ ആശയായിട്ടിക്കട്, എത്ര നല്ല ദുആയായിട്ടിക്കട്. അത് നാണും നിങ്ങളും ചൊല്ലുമ്പോഴത്തോ ഉത്തര കൊടുക്കണ വേണ്ടേ നല്ല ഒരു വട്ടം നോക്കുക, ഞങ്ങളെ മുഖം നോക്കുക. എന്തേ എന്തേ ഉത്തര കൊടുക്കണ വേണ്ടേ, ഉത്തര ചെയ്യണ വേണ്ടേ, കബൂലാക്കണ വേണ്ടേ നല്ല നോക്കണം. എന്ത് ഓ ഇങ്ങനാക്കിയ കയ്യിൽ, ഓ ഇങ്ങനാക്കിയ കയ്യിൽ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കിറാണ് അൺഡൗട്ട്. അപ്പം അല്ല നോക്കുകയല്ലേ. ഓ ഇങ്ങനെ ആക്കിയോ തിരിഞ്ഞിട്ടില്ലേ, ആ പിന്നെ തിരിയാണ്ടിക്കുക, അത് തിരിയാണ്ടിക്കല്ലാർക്കും അല്ലേ. ഇങ്ങനെ ആക്കിയ കയ്യിൽ ഇത് വാർക്കുമ്പോ അല്ല നോക്കുക. അങ്ങനെ ആക്കാത്ത കൈയായിട്ടിക്കട കിടാവിൻ്റെ കൈ, ആ കൈ പരിശുദ്ധമാണ്, ആ കൈകൾ പരിപാവനമാണ്. അതുകൊണ്ട് മജ്ലിസിൽ കിടാക്ക വേണോ മക്ക വേണോ ആയെങ്കിൽ ആ ബലിയങ്ങൾക്ക് ഡിസ്റ്റർബാവോ തീറ, ബുദ്ധിമുട്ടാവോ തീറ, തൊന്തരയാവോ തീറ, ബുദ്ധിമുട്ടാവോ തീറ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നന്നാക്കി തരട്ടെ. ഞങ്ങളെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, അനുസരണയുള്ളവരാക്കട്ടെ, അതബുള്ളവരാക്കട്ടെ.
പറഞ്ഞു വന്നത് അല്ലാഹുവിൻ്റെ ലോകത്ത് ഞാനും നിങ്ങളും എങ്ങനെയും ജീവിക്കേണ്ടവരല്ല. നല്ല സൗഹാർദ്ദത്തില്, നല്ല ചന്തത്തില്, നല്ല റാഹത്തില്, ഒരാളെയും വേദനിപ്പിക്കാതെ ഉപദ്രവിക്കാതെ എല്ലാ നിസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കണം. കഞ്ചാവടിക്കരുത്, കള്ളു കുടിക്കരുത്. ഇന്നൽ ഖംറ വൽ മൈസിറ വൽ അൻസാബ വൽ അൻസാബ വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. പരിശുദ്ധ ഖുർആനാണ്. ലഹരി പദാർത്ഥങ്ങള്, മദ്യം കാര്യങ്ങള്, കള്ള് കാര്യങ്ങള്, ഷറാബ് ശന്തികള്, അത് ശൈത്താന്റെ ഏർപ്പാടാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണോ. ആ പണി ഞങ്ങൾക്ക് വേണ്ട. അത് ഈമാനുള്ളവരെ ഏർപ്പാടല്ല. ഇന്ന് അധികം ആൾമാർ, ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഞങ്ങളെ ബാല്യക്കാർ, നിങ്ങളെ വിഷയമല്ല, ഊടുള്ള ബാല്യക്കാരുടെ വിഷയമല്ല. ഇന്നത്തെ ന്യൂ ജനറേഷനിലെ അധിക ബാല്യക്കാരും ഗാഞ്ചക്കടിമകളാണ്, ലഹരിക്കടിമകളാണ്. കാണുമ്പോൾ നല്ല താടിയുണ്ട്, നല്ല തൊപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കച്ചവടം വേറെയാണ്. അവൻ്റെ ഇടക്കിടക്ക് അവൻ്റെ കണ്ണെല്ലാം ചോന്നിട്ട് കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം കണ്ണ് ചോന്നങ്ങല്ല ഭംഗി വലിച്ചിടാറുന്നല്ലേ നിങ്ങൾ ഒരു കേട്ടിട്ടുണ്ടോ വീടിലോ കാണുമ്പോൾ? അങ്ങനല്ല, അത് ഞങ്ങളെ കണ്ണും ചോന്നിട്ടേ. കണ്ണ് എല്ലാം ചോന്നങ്ങെല്ലാം ഭംഗി വലിച്ചിടാറ്, ഗാഞ്ച വലിച്ചിടാറ്, കള്ളു കുടിച്ചിടാറ് നടത്തിയില്ല. കണ്ടങ്ങെല്ലാം അങ്ങനെ മേന്ന് വിചാരിക്കണ്ട. പണ്ടെടുത്ത മംഗല വിളിക്കുക പോയോല ഒരൗത്തുകു പോയിട്ട് നോക്കുമ്പോൾ ഉത്തര ആളുണ്ടല്ലോ, കാക്ക ബയസ്സ. അയാൾ അവിടെ ചാരി കസാലിരുന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്, കയ്യിൽ പേപ്പർ പിടിച്ചിട്ട്. 10:40 സുബൈക്ക്. ഈ മംഗല വിളിക്കുക പോകാൻ എന്തൊക്കെയാ ഒന്നുണ്ടാ? ഓ, ഇയാൾ ഉറങ്ങിയോണ്ടേ ഉണ്ടല്ലോ പോവാം. ശുദ്ധി എടുത്തില്ല, വിളിച്ചു ഇല്ല, എന്തു കൊക്കില്ല, ചമച്ചില്ല, കൂറ്റാക്കിയില്ല, എന്തും ആക്കിയില്ല. മെല്ലെ വന്ന നാളെ വരാൻ ബുദ്ധിമുട്ടാക്കണ്ട, നാളെ വന്നിട്ട് വിളിക്കാം മംഗലത്ത്. പോയിട്ട് പാടെ പിറ്റേന്ന് 10:40 വരുമ്പോൾ ഇയാൾ ആ കസാലിൽ ഉറങ്ങിക്കൊണ്ടേ ഉണ്ട്. അപ്പോൾ ഓൻ ചൊല്ലുടെ പോലെ ഈ മംഗല വിളിക്കുക വന്ന ഓൻ ചൊല്ലത്ര വന്നുണ്ട്. യാറബ്ബേ, ഇന്നലെ 10:40 ഉറങ്ങി, ഇയാൾ ഇന്നത്തെ എണിച്ചിട്ടേ ഇല്ലേ? സംഗതി എന്ത് വന്നുണ്ടാ? ഇയാൾ 10-20 എപ്പോൾ പേപ്പർ എടുത്ത് നോക്കി തുടങ്ങിയെങ്കിൽ പിന്നെ കണ്ണ് തൂങ്ങിടും. അയാൾ ഒരു 20 മിനിറ്റ് ഉറങ്ങുന്ന ടൈം അത്. ഈ മണ്ട വിചാരിച്ചെങ്ങനെ ഇത് ഇന്നലത്തെ ഉറക്കുന്നു, കാരണം ഇന്നലെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ. അപ്പൊ കണ്ണ് ചോന്നങ്ങല്ല കഞ്ചാവ് ആള് നല്ല ചൊന്തര അർത്ഥ. ജാഗ്രതാക്കണോ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിച്ചു പോയാൽ, കള്ളുപയോഗിച്ചു പോയാൽ, ഗാഞ്ചക്കടിമയായാൽ, മദ്യപാനിയായാൽ, അവന്റെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. മാത്രമല്ല, ലം യഖ്ബൽ തൗബതുഹു 40 സബാഹ, അവന്റെ 40 ദിവസത്തെ ദുആക്ക് ഉത്തരമില്ല. അവന് എത്ര നല്ലായിട്ടും കാര്യമില്ല. കാരണം അത് ഞങ്ങൾക്ക് ചെല്ലിയ പണിയല്ല. അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നഖശികാന്തം എതിർത്ത പരിപാടിയാണ്, പക്കാ ഹറാമാണ്. മിഅ്റാജ് ഇബ്നു ബറാത്തിന്റെ രാത്രി പോലും കോടാനകോടി അടിമകൾക്ക് അല്ലാഹു തആല പൊറുക്കുന്ന രാത്രിയാണ്, മാപ്പ് ചെയ്യുന്ന ജാവാണ് ബറാത്ത് ജാവോ. ശഅബാൻ 15ന്റെ ബറാത്ത് ജാവോ, ലൈലത്തും മുബാറക, ബർക്കത്താക്കപ്പെട്ട ബറാത്ത് ജാവോ. എന്നാൽ അന്നത്തെ രാത്രി പോലും, അന്നത്തെ ജാവോ പോലും അല്ലാഹു പൊറുക്കാത്ത ഒരു കൂട്ടരുണ്ട്. അതാരറിയുമോ? കുടിയന്മാരാണ്, കഞ്ചാവ് അടിക്കാരാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് ജാഗ്രത. ഇത് ഇന്നത്തെ ബാല്യക്കാരെ കുറിച്ച് മാത്രമല്ല, ഏത് മനുഷ്യന്മാരാണെങ്കിലും ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾക്ക് ഞാനും നിങ്ങളും പോകരുത്. ഈമാനുള്ളവരുടെ പണിയല്ലാതെ, മുസ്ലിമീങ്ങൾക്ക് ചെല്ലിയ പണിയല്ലാതെ. ഒരു കാര്യം പറയട്ടെ, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, തമൂതൂന കമാ തഈശൂൻ, എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് അങ്ങനെ ആയിരിക്കും നിങ്ങളെ മരണം വരിക. തെമ്മാടിത്തരം ചെയ്തിട്ട്, ഹറാമിയത്തുകൾ ചെയ്തിട്ട്, വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ട്, എപ്പോ നോക്കിയെങ്കിലും കൂറ്റുകൗജാക്കിയിട്ട്, നാട്ടില് പാർട്ടിയാക്കിയിട്ട്, ഫിത്തന ഫസാദാക്കിയിട്ട്, മാപ്പിള തിരിയവഞ്ഞായി മാറി പിണങ്ങിയിട്ട്, അപ്പ ഉമ്മരെ നോക്കാണ്ടുള്ള ഒരവസ്ഥയിൽ ജീവിച്ചവരാണെങ്കിൽ നിങ്ങളെ മരണം അവസാനം ഈമാനില്ലാത്ത മരണമാണ്.
നാളെ നിങ്ങളെ പരലോകത്ത് കൊണ്ടുവരുന്നതും വളരെ ഭീകരമായ അവസ്ഥയിലാണ്. ജാഗ്രത. ഈ ദുനിയാവ് ഞങ്ങൾക്ക് കുറച്ചു കാലത്ത് ആയുസ് മാത്രമാണ്. കുറേ കാലം ജീവിക്കാനുള്ള യോഗമോ ഭാഗ്യമോ നമുക്കില്ല. കുറേ കൊല്ലത്തെ ജീവിതം ഞങ്ങൾക്കുണ്ടോ? ഇവിടെ ഉണ്ടാ? ഇല്ല. പണ്ടത്തെ മനുഷ്യന്മാർ എത്ര ജീവിച്ചിടാറ്? അങ്ങ് എക്സസൈസ് എടുത്തിട്ടില്ല, അങ്ങ് ജിമ്മുക്ക് പോയിട്ടില്ല, അങ്ങ് അജമാംസ രസായന കുടിച്ചിട്ടില്ല, അങ്ങ് കറാട്ട കുംഫു പോയിട്ടില്ല, ജൂഡോ കളിക്കാൻ പോയിട്ടില്ല, സൊബൈ കണിച്ചിട്ട് വാക്കിംഗ് ആക്കിയിട്ടില്ല. എന്നിട്ടും ഞങ്ങൾ ആയുസ് 300 ആണ്ട്, 400 ആണ്ട്, 500 ആണ്ട്, 1000 ആണ്ട് ഞങ്ങളുടെ ഉൾട്ട ഫൾട്ട് മറിഞ്ഞോണ്ടുള്ള എങ്ങനെ മറിഞ്ഞു? ഞങ്ങൾ 60 പോതും മാക്സിമം. പിന്നെ ബൈ ചാൻസിൽ തെല്ലപ്പുറം പോയങ്ങായി ബന്നങ്ങായി അത്രമേ. എന്നും അത്ര പോവലല്ലേ പോവാ നിങ്ങന്ത മുന്ന. അത് അങ്ങനത്തെ ആശ വെച്ചിട്ട് ആരും പൾട്ടി മറിയ പോണ്ട. തിരിഞ്ഞ ഉള്ള ആയുസ് നല്ല ചന്തത്തിൽ, ആരോഗ്യത്തിൽ, ഇബാദത്തിൽ, റാഹത്തിൽ മനുഷ്യന്മാർക്ക് ഉപകാരിക്കുന്ന ഒരവസ്ഥയിൽ ജീവിച്ചെങ്കിൽ മയ്യാവും. അമാറു ഉമ്മത്തീന മുഹമ്മദ് സിത്തീന സബഈന സല്ലിം. എൻ്റെ സമുദായത്തിൻ്റെ, എൻ്റെ ഉമ്മത്തിൻ്റെ ആ ഉമ്മത്താരുമാകട്ടെ, നബിതങ്ങളെ വയലിന് ഉപദേശങ്ങൾക്ക് ദഅവത്തിന് മറുപടി കൊടുത്തവരാകട്ടെ, അതല്ല ഏത് സമുദായക്കാരാകട്ടെ, ആഖിർ സമാനിൻ്റെ കാലത്തുള്ള മനുഷ്യന്മാരുടെ ആയുസ് വളരെ കുറവാണ്. ആ കുറഞ്ഞ കാലത്തുള്ള ജീവിതം നല്ല മധുരമുള്ള ജീവിതമാക്കണോ, ആരാധന നിർഭരമായ ജീവിതമാക്കണോ, ക്ലിയറായ ഈമാനുള്ള ജീവിതമാക്കണോ, പരോപകാര മനസ്സുള്ള ജീവിതമാക്കണം. എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യാനുള്ള, അപ്പാക്കാനുള്ള, പൊറുക്കാനുള്ള മനസ്സുള്ള ജീവിതമാക്കണോ. മറ്റുള്ളവന്റെ ഒരു ഈർക്കില് കഷ്ണം പോലും അവന്റെ സമ്മതമില്ലാതെ എടുക്കാത്ത ജീവിതമാക്കണോ. അയ്യോ, അവനാണ് സ്വർഗം. നിങ്ങെന്ത് വിചാരിച്ചേ? ആഴ്ചക്കൊരിക്ക വാർത്തക്കൊരിക്ക വന്നിട്ട് 2 റക്അത്ത് ജുമാ നിസ്കരിച്ചിട്ട് പഠിച്ചോനെ സ്വർഗത അല്ലാൻ ചെല്ലെങ്കിൽ സ്വർഗം കിട്ടുന്ന മനുഷ്യനാകുന്ന ആദം പഠിച്ചവനല്ലാദം ആണോ? നിങ്ങൾക്കെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടു. നിങ്ങൾക്ക് ഒന്നുകിൽ ഭാഷ പിടിയായിട്ടില്ല, അല്ലെങ്കിൽ എന്തോ തെല്ല് ബേജാറുണ്ട്, ടെൻഷനുണ്ടു. എന്തെങ്കിലും മൂന്നത്തെ ദുനിയാവിൽ ടെൻഷൻ. കോടീശ്വരനായ മനുഷ്യവും നാളെ പോകണം. എന്തും ഇല്ലാത്ത ഞങ്ങളെപ്പോലത്തോ, നിങ്ങൾ തന്ന 10,000 റുപ്യയിൽ ചോറ് വയ്ക്കുന്ന എന്നെപ്പോലത്തോ ആയെങ്കിലും നാളെ പോകണം അല്ലേ? 10,000 20 എത്രയാട്ട്? ഷാഫി ഉസ്താന് ടെൻഷനാക്കണ്ട ഉസ്താ. ഞാൻ തമാശയില്ലേ 10,000, നിങ്ങൾ ടെൻഷനാക്കണ്ട. 15,000 ഞങ്ങൾക്ക് പൊരുത്തമേ. അതോടെ ഈ മൂന്നത്തെ ദുനിയാവിൽ ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. വിധിച്ചത് വരും. പടച്ചറബ് വിധിച്ചത് എന്താണോ വരും. നീ ടെൻഷനാക്കിയിട്ട്, ബേജാറാക്കിയിട്ട്, മനസ്സ് ക്ലിയർ ഇല്ലാതെ പെടപെടച്ചിട്ട്, തുള്ളിയിട്ട്, ഉള്ളോനിലെല്ലാം അരസപ്പെട്ടിട്ട്, പിണങ്ങിയിട്ട്, നാട് മാത്രം തീങ്ങണേ, നണ്ടിതം തീങ്ങണേ എന്ന് പറഞ്ഞിട്ട് ടെൻഷനാക്കിയിട്ട് ജീവിക്കണ്ട. മാ കുദ്ദിറയക്കോനോ, വിധിച്ചത് വരന്നെ ചെയ്യും. അപ്പം എന്താക്കണം? നീ നല്ല ഹാപ്പിയിൽ പടച്ചറബ് വിധിച്ചൽ നല്ല പൊരുത്തപ്പെട്ടിട്ട്, എപ്പോഴും പടച്ചറബിലേക്ക് തവക്കൂലാക്കിയിട്ട്, അവനിലേക്ക് ദിക്ർ സലാത്ത് ചൊല്ലിയിട്ട്, അടുത്തിട്ട് ദുആരുന്നിട്ട്, ഹബ്ബവും മന നല്ല ചെമ്പാപ്പ് പോലെ നോക്കിയിട്ട്, മാപ്പിള പെഞ്ഞായിമാരോട് നല്ല പൂ പോലത്തെ പിരിസ കാട്ടിയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം. ചെറിയ കാല ചന്തത്തിൽ ജീവിക്കണം. ചെറിയ ആയുസ് നല്ലത് ഉടുത്തിട്ടോ, നല്ലത് തിന്നിട്ട്, നല്ല ഡ്രസ്സാക്കിയിട്ട്, നല്ല സെൻറ്റടിച്ചിട്ട്, നല്ല പുര കെട്ടിയിട്ട്, നല്ലൊരു വണ്ടി കാറെല്ലാം മേങ്ങിയിട്ട്, കറക്റ്റ് ആ ടൈമിൽ നല്ല ചന്തത്തിൽ നിസ്കരിച്ചിട്ട്, നല്ല ചന്തത്തിൽ കുറച്ച് ദിക്ർ സലാത്തെല്ലാം ചൊന്നിട്ടോ, മനുഷ്യന്മാരോട്ട് നല്ല ചന്തത്തിൽ ഒരു ചിരിയെല്ലാം പാസ്സാക്കിയിട്ട് നീ ജീവിച്ചെന്ന് കണ്ടെങ്കിൽ നിൻ്റെ ആഖിറം സലാമത്താണ്. നിൻ്റെ അവസാന മരണം ഈമാനോട് കൂടിയാണ്. അങ്ങനെ വേണോ? ഉള്ളത് മനുഷ്യന്മാർക്ക് കൊടുക്കുള്ള നീയത്ത് വേണോ? ചില മനുഷ്യന്മാർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആയിട്ട് തിന്നറുമില്ല. ഞങ്ങൾ ഈ ഫംഗ്ഷൻ വെക്കുമ്പോൾ കുറേ ചിലവെല്ലാം ഉണ്ടല്ലോ. ഇത് ഇയാൾക്കുണ്ട് മൈക്ക് സെറ്റ്, ഞങ്ങളിതെല്ലാം എനിക്ക് പൈസ ഉണ്ടല്ലേ ബണ്ണി അവിടെ. ഇത്ര നല്ല മജ്‌ലിസിക്ക് വെളി പറഞ്ഞെങ്കിൽ, ഇത്ര നല്ല ബൾബ് വെക്കണമെങ്കിൽ, ഇത്ര നല്ല ബൾബ് വെച്ചെങ്കിൽ ഇത്ര നല്ല വെളിച്ചമുണ്ടോ, അത്ര നല്ല വെളിച്ചം പറഞ്ഞെങ്കിൽ അത്രയും പൈസയും കൊടുക്കണോ. അപ്പോൾ തെല്ലി ചിലവുണ്ടോ. ഞങ്ങളെ ബാല്യക്കാർ SKS ഫ്രങ്ങം ചെന്നുമ്പോൾ കുറച്ച് ആൽമാറുള്ളത്,
അങ്ങ് എത്ര അപ്പുറം ജസ്റ്റ് ആക്കിയിട്ട് പോണ്ടാറ്. മാഷാ അല്ലാ, കുറച്ച് പ്രവാസി സഹോദരങ്ങളെല്ലാം ഉള്ളാറ്. ഞങ്ങൾക്ക് നേരത്തെ ഭക്ഷണം തന്ന പുറക്കാർ അല്ലാഹു താല അവരുടെ ആ സൽഗാര ആ സദ്യ അല്ലാഹു കബൂലാക്കട്ടെ. ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്തേറ്റ് കൊടുക്കട്ടെ. അവിടെ നിന്ന് ആ ബാല്യക്കാരെ പോലെ തന്നെ അല്ല അൽഹംദുലില്ലാ സഹായിച്ചിറാറ് എല്ലാം കൊടുത്തിറാറ്. ആയെങ്കിലും ചില ആൾമാരുടെ അടുത്തേക്ക് പോവാറ്, എന്തെങ്കിലും തരൂ ഇൻഷാ അല്ലാ, ഇങ്ങനെയെല്ലാം ഉണ്ട്, നല്ലൊരു ഷീറിന് കൊടുക്കണോ, ഔലിയാക്കന്മാരുടെ പേരിലുള്ള മജ്ലിസ് എന്തെങ്കിലും ബാക്കിയായെങ്കിൽ ഞങ്ങളെ പള്ളി മദ്രസൻ്റെ പണി നടന്നുണ്ടോ അതൊക്കെ കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ആൾമാരുടെ അടുത്ത് പോകുമ്പോൾ ചില ആൾമാർ നല്ല മനസ്സിൽ കൊടുക്കാറ്. അൽഹംദുലില്ലാ, ഇതാ നല്ലത് 100, 200, 500, 1000, 2000, 50 തേങ്ങ കൊടുക്കാറ്. ചില മനുഷ്യന്മാർ അങ്ങനെ ഒന്നുമില്ല, കൊടുക്കുറുമില്ലേ, കൊടുക്കുബുട്ടറുമില്ലേ. ഹൗത്രോടെ പോയിട്ടാകുമ്പോൾ ആ ചങ്ങ ഇന്ന ഇയാൾ സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങനെല്ലാം പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വിഷയമല്ലാവാ. ഉദാഹരണಗೆ ഊടി ഇങ്ങനെ ആയിട്ട് നിങ്ങൾ ഉടുത്തതേ അങ്ങനെ പോയിട്ടാകുമ്പോഴത്തേക്കോ അയാൾ കണ്ട് പണ്ടത് അത് വന്നാർ എസ് കെ എസ് പുറങ്ങ് വന്നാർ. മാഷാ അല്ലാ, എസ് കെ എസ് എസ് എഫ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ഔലിയാക്കന്മാരാൽ ഉണ്ടാക്കപ്പെട്ട മഹത്തായ സമസ്ത, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമാകുന്ന സമസ്ത, ഈ മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ മഹാന്മാർ ഉണ്ടാക്കിയ കോട്ടയാകുന്ന സമസ്ത, ഭദ്രമായ കോട്ടയാകുന്ന സമസ്ത, ആ സമസ്തയുടെ ഗട്ടിയുള്ള പിള്ളറായിട്ടുള്ള സംഘടനയാണ്, അതിന്റെ മജ്ബൂത്തായ പിള്ളറായ സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. ശംസുൽ മധുവാർ എന്ന് വിട്ട സംഘടന, കണ്ണിയത്ത് ഉസ്താദ് പുറത്തു കൊടുത്തു വിട്ട സംഘടന, മഹാനരായ പാണക്കാട്ട് തങ്ങന്മാർ പിടിച്ചു നടന്ന സംഘടന, മഹാന്മാരായ മിത്തബൈൽ ഉസ്താദും ശരിശ്ശേരി ഉസ്താദും കൊടി തന്നിട്ട് ഉദ്ഘാടന കർമ്മ നിർവഹണാക്കിയ സംഘടന എസ് കെ എസ് എസ് എഫ്. ഇതാരോ ഉണ്ടാക്കിയതല്ല, ഔലിയാക്കന്മാർ ഉണ്ടാക്കിയിട്ട് ദുആ അഷ്റഫിന് പുറത്തു കൊടുത്ത സംഘടന. ഇതിന്റെ ആൾമാർ പോയിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക ആ ഉടുപിടിച്ചവൻ എന്താക്കിയ കൊന്തുണ്ട, അവിടെ ഉള്ള തൻ്റെ കിടാവ്, പുള്ളി കിടാവ് അല്ലെങ്കിൽ മോണ് കിടാവ്, ആ കിടാവരെ വിളിച്ചിട്ട് ചൊന്നൊന്തര കൊന്തുണ്ട മോണോ അങ്ങ വന്നോണ്ടുള്ളാറ് നണ്ട കേട്ടങ്ങ് ഇല്ലാൻ ചൊല്ലൂ. 100 രൂപ കൊടുക്കുക വേണായിട്ട് നണ്ട കേട്ടങ്ങ് ഇല്ലാൻ ചൊല്ലൂ. അങ്ങനെ ഇങ്ങ് പോയാറ്. നോക്കുമ്പോൾ ഇയാൾ അയാളെ കണ്ടിട്ടില്ല, അയാൾ ഇങ്ങളെ കണ്ടിട്ടാൻ പിരിച്ചൊന്നരോ കിടാവറോട്ടെ കേട്ടെങ്കില്ല ചൊല്ലൂ. കിടാവ് അങ്ങനെ മേയല്ല, ഇയാൾ ജാമ കളവ് ചൊല്ലിട്ട് അയാളെ കിടാവ് കളവ് ചൊല്ലുവാ. പിള്ള മനസ്സിൽ കള്ളമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല, കുഞ്ഞു മനസ്സിൽ കള്ളമില്ല. കിടാക്ക കളവ് ചൊല്ലല എപ്പോഴും ഞങ്ങൾ ചൊന്നിട്ട് പടിപാട്ടണം. ഞങ്ങൾ അങ്ങനെ ആക്കിക്കൊണ്ടുള്ള അല്ലേ. കിടാവ് മദ്രസ ജന്നാളെ റജായിട്ട് പേടിച്ചിട്ട് ഔത്ത് ഇങ്ങനെ ബരച്ചോണ്ടുണ്ടു. നീ എന്തെല്ലാം ബാഗെല്ലാം പിടിച്ചിട്ട് ആടിയോണ്ടു പോലക ഉമ്മ ജന്നാളായി റജാക്കിയിട്ട് നീയല്ല അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയോ, നീയല്ല ബിരുന്നക്ക് കൂട്ടിക്കൊണ്ടുപോയോ, എന്നോട് സദൃസ്ഥ കേട്ടെന്നൊക്കെ പേടിയാവൂ. അതിന് ചെന്നന്തരം എന്തുണ്ട പേടിക്കണ്ട, കേട്ടെങ്കിൽ അപ്പ മരിച്ചൊരു ദ്വായത്തും ചൊല്ലുന്നു. അയാൾ മരിച്ചിട്ട് 40 ആണ്ട് കളിച്ചു തോണ്ടെങ്കിൽ മുള്ളു കിട്ടല. ഈ ആണ്ടാണ്ട് മരിപ്പിച്ചോണ്ടുണ്ട്, ആണ്ടാണ്ട് ഉരുട്ടി മരിപ്പിച്ചോണ്ടുണ്ട്. ആര് കളവ് പാടിയോ ഉമ്മ ഹബ്ബ അങ്ങനെ മേ അയാൾക്ക് ഫോൺ വന്ന് ജാരിക വേണ്ടായിരുന്ന പൈസ എന്തോ കൊടുക്കൊണ്ടാ മേങ്ങൊണ്ടാവത്തില്ല. ഫോൺ വന്ന് ഇയാൾ നോക്കിയിട്ട് പാടെ പിന്നൊരുക്ക് വന്ന് ഇയാൾ എടുക്കുകയില്ല. 4ാമത് പറയുമ്പോൾ പെഞ്ഞാർ വിളിച്ച് ഒന്നൊന്നര വന്നിട്ട ഇതടി സാറ ഊടുള്ള സാറല്ലേ നീ മസാല ഫോർ എക്സാമ്പിൾ തക്ക തീറാൻ ഉദാഹരണക്ക് ഇതടി ഫോൺ വന്നു എടുത്തിട്ട് ചൊല്ലും. അയാൾ ബീച്ചറോട് പോയിരു. ആറ് കള ചൊല്ലോടെ കട ചൊല്ലോ പഠിപ്പാട്ടാറ് ക്ലബ്ബല്ല. ചില അബ്ബമാർ ചൊന്നിട്ടിക്കാറ് മക്കളെ കാട്ടിയിട്ട് അവൻ നന്റെ മോൻ നല്ല ഉസ്താദ്, എൻ്റെ കിടാവ് നല്ല കിടാവ് ഉസ്താദ്. ആ ബാല്യക്കാരൊക്കെ കൂടിയിട്ട് പെടക്കായ ആ ക്ലബ്ബിൽ പോയിട്ട് പെടക്കായ ഇല്ല. ബാല്യക്കാരൊക്കെ കൂടിയിട്ട് കിടാവ് പെടക്കായിട്ടില്ല, ക്ലബ്ബിൽ പോയിട്ട് കിടാവ് പെടക്കായിട്ടില്ല. ഫസ്റ്റ് പെടക്കാക്കിയ ഉദ്ഘാടന കർമ്മ നിർവഹണാക്കിയത് അബ്ബ ഉമ്മയായ നിങ്ങ ഫസ്റ്റ് ചൊന്ന് പടിപാട്ടിയോ. എല്ലാ കോച്ചിങ് ഫസ്റ്റ് കൊടുത്തത് നിങ്ങ റായത്തങ്ങളെ പൊട്ടാക്കണ്ട, നിങ്ങ ബാല്യക്കാരെ പൊട്ടാക്കണ്ട. റായത്തങ്ങളെ ചെന്നിട്ട് ഒരു കിടവും പെടക്കായിട്ടില്ല, നിങ്ങ മേ പെടക്കാക്കിയോ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര സുമ്മ അബവാഹു യുവഹിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. മക്കൾ നല്ലവരാണ്, തങ്കപ്പെട്ടവരാണ്, കള്ളമില്ലാത്തവരാണ്,
കളവ് പറയാത്തവരാണ്, കളങ്കമില്ലാത്തവരാണ്. പിന്നെ ആ മക്കളെ ബടക്കാക്കിയതാരറിയാ, കള്ളന്മാരാക്കിയതാരറിയാ, കളവ് പറഞ്ഞിട്ട് പഠിപ്പിച്ചതാരറിയാ, അവരെ വേണ്ടാത്ത വഴിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചതാരറിയാ? അബ്ബവാഹു, അബ്ബ ഉമ്മയാണ്. കളവ് പഠിപ്പിച്ചതോ അവരെന്നെ നോക്കൂ. നിങ്ങ ഈ റസീറ്റ് പിടിച്ചിട്ട് പോയാൽ ഈ ചങ്ങായി, ഈ കമ്മിറ്റി രംഗ പോയിട്ട് അവിടെ എത്തിയിട്ട് കേട്ട് കിടവരെ കണ്ട് സിറ്റ് ഔട്ടിലോ, നൗഫോ എൻ്റെ ഉമ്മ റാത്തല്ല അബ്ബ ഉണ്ടോ? കേട്ടപ്പോൾ നൗഫ് എന്തൊരു ചൊന്നുണ്ട്, അബ്ബ കൂടെ ഉണ്ടാന്ന് കേട്ടെങ്കിൽ ഇല്ല ചൊല്ലുമോണും ചൊന്നിട്ട് ഉൾക ഓടിയിരുന്നു. കറക്റ്റ് ചൊന്ന. കാരണം അതെ പിള്ള മനസ്സിൽ കള്ളം ഇല്ല. നിങ്ങൾ പഠിപ്പാട്ടണത്രേ, നിങ്ങൾ ചൊന്നിട്ട് പഠിപ്പാട്ടണോ? കിടാ ഒരിക്കലും കളവ് ചെല്ലല്ല. അപ്പൊ അങ്ങനത്തെ മനുഷ്യൻ എൻ്റെ ഇത് 100 രൂപയ്ക്ക് വേണമായിട്ട് എൻ്റെ ആഹാരം കളയുന്നോ? കളവ് പറഞ്ഞിട്ട് വേണ്ട, ആ നിലക്ക് നീ ചിന്തിക്കണ്ട. പടച്ച റബ്ബ് തന്ന നിഅമത്ത് അനുഗ്രഹങ്ങൾ ചെറുതല്ല. അതിന് നീ എപ്പോഴും അൽഹംദുലില്ലാ പറയണോ, ശുക്റുള്ളവനാകണോ. ഞങ്ങൾ ആരോഗ്യം അതിനുള്ള ശുക്റാണ്, അതിനുള്ള നന്ദിയാണ്. ആ ആരോഗ്യം അല്ലാഹ്ക്ക് വേണ്ടി ചെലവാക്കല്. ഞങ്ങൾക്കല്ല തന്ന നിഅമത്താണ് സമയങ്ങള്. ഈ സമയങ്ങള് അതല്ല തന്ന നിഅമത്താണ്. ആ നിഅമത്തിനുള്ള ശുക്റാണ്. ആ സമയങ്ങള് നല്ല നിലക്ക് ചെലവാക്കല്. ഞങ്ങൾക്കല്ല നീ തന്ന നിഅമത്താണ് സമ്പത്ത്. അടക്ക, മാങ്ങ, തോട്ട, തേങ്ങ, റബ്ബർ, പണി, ജോലി, കൂലി എല്ലാം അല്ല തന്ന നിഅമത്താണ്. ആ തന്ന നിഅമത്തിനുള്ള ശുക്രങ്ങണ കൊന്തുണ്ടാ അതല്ലാന്റെ വഴിയിൽ ചെലവഴിക്കലാണ്. കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കലാണ്. സാധുക്കൾക്ക്, പാവങ്ങൾക്ക്, നിർഗതികൾക്ക്, രോഗികൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, ഇതുപോലെയുള്ള മതസ്ഥാപനങ്ങൾക്ക്, ഇതുപോലെയുള്ള നൽകാര്യങ്ങൾക്ക് സ്വതക്ക കൊടുക്കലാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. ദാനധർമ്മം ആപത്തുകളെ തടയോ, മുസീബത്തുകളെ തട്ടിക്കളയോ, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട് നിന്നെ കാക്കോ, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളെ തൊട്ട് നിന്നെ സലാമത്താക്കും. നിനക്കല്ല ആയുസ് നീട്ടിത്തരണമെന്നുണ്ടെങ്കിൽ നിനക്കല്ലാ എന്തായി 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 ഇത്ര വേഗം അവിടെ ചെറുമുറി കച്ചവടം എല്ലാം ഉണ്ടാന്നല്ലേ? ആ കറക്റ്റ്. വേഗ പോയിട്ട് വേഗ പറഞ്ഞാവല്ലേ. ഇതങ്ങനെ ഗടി എണിച്ചോണ്ടും വന്നോണ്ട് പോയിട്ട് ഇത് ഡേണേറ്റ് മാച്ച് ഗാലറി ഒന്നും അല്ല. ഇത് ഫുട്ബോൾ മാച്ച് ഗാലറി അല്ല, 2020 മാച്ച് അല്ല. ഇത് സ്വർഗത്തിൻ്റെ തോപ്പ്. നാ ഫസ്റ്റ് ചൊന്ന് നല്ല അതബു അച്ചടക്ക പോകണോ. ഒരു 10:30 മണി ആയിത്തീന്ത് ടൈമായി 10:10 നാ ഉസ്താദിലൊട്ട സംഘാടകരൊട്ട ഫസ്റ്റ് കേട്ടರೆ എത്ര ഗಂಟത്തോളം പോവാ ഉസ്താദ് വയലേ ഒരു ഫോൺ എന്താ ഗಂಟത്തോളം അങ്ങനെ ഒരു 45 മിനിറ്റ് ഉണ്ട്. അതിപ്പോൾ ജണ്ട ആയത്തും ജണ്ട അതീതും ഒരു ശംസുള്ളമാരുടെ ചരിത്രം പറയുമ്പോൾ തീന്ത് 2 ഗಂಟೆ പോയ ബതിയുണ്ടാ? ഉസ്താദേ 2 ഗಂಟೆ പോയെഞ്ചല്ലാണ്ട ഞങ്ങൾ ആയുസ് പോയി, ഞങ്ങൾ ആയുസ് കുറഞ്ഞു പോയി. ഞങ്ങൾക്കല്ല കണക്കാക്കിയ ആയുസിന്റെ വിലപ്പെട്ട 2 മണിക്കൂർ മൈനസായി. പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് ഞങ്ങൾ അടുക്കാരായേ, ഞങ്ങൾ അസ്രായേൽ വിളിക്കാരായേ. അസ്രായേൽ വരുമ്പോ, മരണമാലാക ഞങ്ങൾ മുന്നിലേക്ക് വരുമ്പോ, സമയമെത്തുന്ന സമയത്ത് ഞങ്ങൾ മരിക്കാൻ വേണ്ടി പോകുമ്പോ ഈമാനോടെ മരിക്കണമെങ്കിൽ പടച്ച റബ്ബ് ചെയ്ത നിഅമത്തുകൾക്ക് നല്ലോണം ശുക്റുള്ളവരാകണം. ശുക്റുള്ളവരാണെങ്കിൽ, നന്ദിയുള്ളവരാണെങ്കിൽ, അല്ലാഹുവിന്റെ ഇബാദത്തുള്ളവരാണെങ്കിൽ, ദിക്ർ, സ്വലാത്ത്, നിസ്കാരാദി കർമ്മങ്ങളുള്ളവരാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ മറക്കല, അല്ലാഹ് നിങ്ങളെ കൈവിടല. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്റുള്ളവരാണെങ്കിൽ, നന്ദിയുള്ളവരാണെങ്കിൽ, എന്നോട് ഈമാനും ഇസ്ലാമും കാണിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലോണം ഏറെ തരുവ, ഏറ്റി തരുവ, ജാസ്തി ആക്കിയിട്ട് തരുവ. എന്ത് ഇങ്ങനത്തെ അപ്പുറം നോക്കിക്കൊണ്ടിരിക്കുക? എന്ത് കഥ? എന്നൊക്കെ പിടിയായിട്ടില്ലല്ലേ? 6 ബർത്ത് 6 പോട്ടെ. നിങ്ങൾ അപ്പുറം നിങ്ങൾ ഇപ്പുറം നോക്കോളൂ. ഇന്ന് സുബൈന്ന് വിളിച്ച് ജാവ് 8 ഗಂಟത്തോളം അപ്പുറമേ അല്ലേ നോക്കിയോ? ഒരു 2 ഗಂಟೆ ഇപ്പുറമേ നോക്കോളൂ. ദയ്യുമാ കേടോ ദൈ പോകുന്ന 40 പിന്നെ പോവാവല്ലേ ഇൻഷാ അല്ലാഹ്. അദബ് മുന്നേ പോകണം. അദബ് കുറേ ഇബാദത്ത് വേണ്ട,
കുറേ കെട്ടുകണക്കിന് ലോഡ് കണക്കിന് നിസ്കാരം വേണ്ട, ക്വിൻ്റൽ കണക്കിന് ദിക്ർ സലാത്ത് വേണ്ട. നല്ലോണം വേണായത് അദബ്, ബഹുമാനം. പള്ളിയുടെ എങ്ങനെ നിൽക്കണോ, മദ്രസറെ എങ്ങനെ ബഹുമാനിക്കണോ, അലിമീങ്ങളോട് എങ്ങനെ പെരുമാറണോ, അപ്പവും മറട്ടെ എങ്ങനെ നോക്കണോ, എങ്ങനെ ബഹുമാനിക്കണോ. ഇതുപോലത്തെ നല്ല മജ്‌ലിസുകള്, മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന നല്ല മജ്‌ലിസുകള്, ഈമാനുള്ളവർ കൂടിയ നല്ല സ്വർഗത്തിന്റെ തോപ്പുകള്, അതിനോടെങ്ങനെ ബഹുമാനിക്കണോ, അത് മുന്നേ പഠിക്കണം. ഇന്നത്തെ ജനറേഷൻ അതില്ല, ബാക്കിയെല്ലാം ഉണ്ട്. നിസ്കാരത്തിൻ്റെ കല ഇത്ര വലുതുണ്ട്, നെറ്റിയിൽ ഇത്ര വലുത്. അബ്ബറൊട്ടെ എങ്ങനെ മുണ്ടണോ അവനറിയാല. ഉസ്താദുമാരെ കാണുമ്പോൾ എന്താക്കണമെന്ന് അവന് തോന്നത്തില്ല. തസ്ബിയെല്ലാം ഭയങ്കര ജോറിലുണ്ട് അയാൾക്ക്. ആർക്ക്? ബോബക്ക്. പള്ളി വിട്ടിട്ട് പോണ്ടേ ഇല്ല അയാൾ. പോയി കട്ടൻ ചായ കുടിച്ച് പാടെ വന്നു. ബയക്ക് 4 റക്അത്ത് നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച്, 33 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ചെന്നിട്ട് 5 മിനിറ്റ് പുറത്ത് പോയി ബെൽറക്കൻ്റെ ചാറും ചോറും വെച്ചിട്ട് പാടെ വന്നു. ആയെങ്കിൽ ഒരു ആലിമ് വന്നെങ്കിൽ എങ്ങനെ ബഹുമാനിക്കണോ, അയാളൊട്ടെ എങ്ങനെ മുണ്ടണോ, ഒരു പള്ളിറോടെ എങ്ങനെ ദയിക്കണോ നൽകുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ക്വിൻ്റൽ കണക്കിനുണ്ട് നിസ്കാരം. ചൊരിച്ചെങ്കും തീരല്ല. പക്ഷേ കാര്യമില്ല. ഏറ്റവും കൂടുതൽ വേണ്ടത് അദബാണ്. അതബില്ലാതെ പോയാൽ, ബഹുമാനമില്ലാതെ പോയാൽ, കൾച്ചർ സംസ്കാരമില്ലാതെ പോയാൽ ഞങ്ങളെ ഇബാദത്ത് ഫലമില്ലാതെ പോവും കേട്ടോ, ഗുണമില്ലാതെ പോവും കേട്ടോ, ഉപകാരപ്പെടാതെ പോവും കേട്ടോ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ, ഇങ്ങോട്ട് ചൊല്ലു സാർ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ, നബിന്റെ മുന്നിൽ നിങ്ങൾ വെച്ച് സൗണ്ട് എടുത്തിട്ട് മുണ്ടണ്ട. പരിശുദ്ധമായ ഖുർആനാണ്. ഉമ്മ കേൾക്കണേ ഇത്, പെങ്ങന്മാർ കേൾക്കണേ ഇത്. ഇന്നത്തെ പെണ്ണുങ്ങളെ ബാല്യക്കാർത്തികൾ ഒരു സ്റ്റൈല് കൊണ്ടുണ്ടാ. നിങ്ങക്ക് മാപ്പിളമാരെ പേര് ചൊന്നിട്ട് വിളിക്കറ ഒരു സ്റ്റൈല് അല്ലേ അല്ലേ? ഒരു മോഡൽ ഇപ്പത്തെ ഒരു ഷോ. അബ്ബാസ് കമാൺ ചായ ജാറുവന്തന്റെ അബ്ബാസ് ആര്? ശങ്കര വിട്ടൽ ബസ്സിന്റെ ഡ്രൈവർ അല്ല, മാപ്പിള. ഇത് മാപ്പിളിന്റെ വിളിക്കറോ നോക്കാം. ഞങ്ങളെ പണ്ടത്തെ ഹിരിയന്മാർ ഹിന്ദിന തലമാറോ, ഇന്ത്യനല്ല ഹിന്ദിന, ഓൾഡ് ജനറേഷൻ. അങ്ങ മാപ്പിളുടെ പേര് ചൊല്ലിട്ട് പോയിട്ട് പഞ്ചായത്ത് രംഗമോ അംഗനവാടി രംഗമോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി രംഗമോ വന്നിട്ട് ഔത്തോട് വന്നിട്ട് പിന്നെ ഉമ്മാമറൊട്ട. നിങ്ങൾ ഉമ്മാമ എന്ത് ചെയ്യല്ലോ? ബോമറൊട്ട. എന്താ നിങ്ങളുടെ പേരെന്തരോ? ഖദീജ. ഇനീഷ്യൽ എന്തും കൊണ്ടാ? ഇനീഷ്യൽ അമ്മ നോക്കുന്നില്ലേ? ആട്ടുപോട്ട് സാരില്ല. മക്ക 5 2 പെണ്ണ് 3 ആണ്. മാഷാ അല്ലാ. ആട്ട്. പിന്നെ മക്കളുടെ പേര് ഉബൈദ്, നജീബ്, റഷീദ്, സൽമ, റുക്കിയ, സൈനബ അക്ക. മക്കളെ അബ്ബറ പേര് മസ്റ്റക്കല്ലേ? ചൊല്ലല്ലേ? ബിൽക്കുൽ ചൊല്ലല്ലേ? നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ പോവും. ജിഗി ഞമാത്ത് പൊര മന ഔട്ടാക്കിയെങ്ങ് പോവും, പുറത്ത് വെച്ചെങ്ങ് പോവും. മയ്യത്തടക്കം നാളെ കബർ തന്നില്ലെങ്കിൽ ആവും. മാപ്പിളുടെ പേര് ചൊല്ലല്ലേ? അത് ബഹുമാന നോക്ക ചെല്ലോട്ടൂലൈമ ചൊന്നറ്. ഞങ്ങളെ പോമാ അയ്മര മാപ്പിളുടെ പേര് ചൊന്നറാ ഇല്ല. അപ്പൊ നല്ല റാഹത്തിൻത്ത്, ആ കാലത്ത് നല്ല വർഗത്തിൻത്ത്, നല്ല റാഹത്തിൻത്ത്. ആസ്പത്രി ഇല്ല, ആംബുലൻസ് ഇല്ല, എന്തും ഇല്ല. വലിയ ഗൾഫില്ല, അബുദാബി ഇല്ല, വലിയ സ്വത്ത് 40,000 ശമ്പളം ഇല്ല. എന്നെങ്കിലും ഉള്ള ശമ്പളത്തിൽ ചന്തത്തിൽ ജീവിച്ചിറാറ്. കിട്ടിയ പൈസ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് ചിലവാക്കേണ്ട ഗതികേട് അങ്ക് വന്നിട്ടില്ല. ആംബുലൻസ്, മെഡിക്കൽ കോളേജ് ഇല്ല. ഇപ്പൊ ഇവയെല്ലാം ഉണ്ട്. എല്ലാ ആംബുലൻസിಗೆ ಅಲ್ಲೇ ಮೆಡಿಕಲ್ ಕಾಲೇಜಿಗೆ ಬಂದುಂಟುಳ್ಳಮೇ ಮೆಡಿಕಲ್ ಕಾಲೇಜ್. ಹೊಗ್ಗದಲ್ಲಿ ಕೆಳಗಿನ ಹೊಗ್ಗ, ಮೇಲಿನ ಹೊಗ್ಗ, ನಾಳೆ ಇಗ್ಗ വന്നുണ്ടേ ഉണ്ടോ? ഞങ്ങൾ ആശയം അങ്ങണമേ. ഇപ്പത്തെ ഉമ്മമാരും ചൊല്ലിട്ടേ അങ്ങണമേ. 10 രൂപ കൊടുക്കുമ്പോൾ ഉമ്മ പൈസ വേണ ഇക്കട്ട് പോണു മറന്നുകാവൂന്ന്. പോ നീ എത്തി അങ്ങനെ പോ. അത് മറന്നുകേ അല്ലേ? നിങ്ങൾ ചിരിക്കറയാണെന്നൊക്കെ ഡൗട്ടുണ്ട്. അങ്ങനെ ചൊന്നുകൊണ്ടുണ്ടാ നൈമ. ഇക്കട്ട് പോണോ മറന്നുകാവൂന്ന്. നീ എത്തി അങ്ങണമേ മറന്നുകാവൂന്ന്. ഇപ്പൊ ബർക്കത്തില്ല. എന്ത് ബർക്കത്തില്ല? ആ ബഹുമാനം പോയി. പള്ളികളോട് ബഹുമാനമില്ല, മദ്രസകളോട് ബഹുമാനമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിന്റെ സൈഡിൽ പോകുമ്പോ
2 ബാല്യക്കാർ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടുമുണ്ടെന്ന് കാണുന്ന. ഞങ്ങളെപ്പോലെ ജനതാദൾ കോൺഗ്രസ് രാജകീയാക്കിയതല്ല അവിടെ ജയിച്ചിട്ട്, ഞങ്ങളെപ്പോലെ പാർട്ടി ഗ്രൗണ്ട് 2020 മാച്ചിനെ കണക്ക് ചെന്നതല്ല അവിടെ ജയിച്ചിട്ട്. അങ്ങനെ എന്തോ പേഴ്സണൽ വിഷയ അത് തെല്ല് വെച്ചുമുണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജണ്ട ആൾമാരെ വിളിച്ചിട്ട് ചൊന്നന്ത്രകൊണ്ടുണ്ട, മക്കള് ബാല്യക്കാരെ മിന്നൈനന്തുമാ പറോ നിങ്ങൾ ഓർത്തങ്ങ, നിങ്ങളെ റായോട്, നിങ്ങളെ അഡ്രസ്സോട്, നിങ്ങളെ ആധാർ കാർഡ് ഉണ്ടോ? അങ്ങൊട്ട മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ കേട്ടപ്പോ അങ്ങ് ചൊന്നാറ്, ഞങ്ങ മദീനക്കാരല്ല, ഞങ്ങ ഈ നാട്ടുകാരല്ല, ഞങ്ങ പുറനാട്ടുകാരാണ്, തായിഫുകാരാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ? ഉമ്മ കേൾക്കണോ? ബഹുമാനമില്ലാതെ, റെസ്പെക്ട് ഇല്ലാതെ, അതബില്ലാതെ, മര്യാദയില്ലാതെ ബാപ്പയോട്, ഉമ്മയോട്, മാപ്പിളമാരോട്, ഭർത്താക്കന്മാരോട് പെരുമാറുന്ന ഇന്നത്തെ ആൾമാർ എല്ലാവരും കേൾക്കണോ? ഞാനും കേൾക്കണോ? ഉമർ ഖത്താബ് തങ്ങൾ അങ്ങോട്ട് ചൊന്നന്ത്രകൊണ്ടുണ്ട, നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നുവെങ്കിൽ, ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ, ഈ റായത്തങ്ങായിട്ടിന്നെങ്കിൽ നിങ്ങളെ തലനാണ് കൊത്തട്ടിയ. കാരണം ഇത് നിങ്ങൾക്ക് കൂറ്റി കൗജാക്കുള്ള ക്ലബല്ല, ഇതല്ലാന്റെ പള്ളിയാണ്. അവിടെ വെച്ചുമുണ്ടോ തീറ? അത് മദ്രസയാണ്, അത് ദീനിന്റെ ഇൽമിന്റെ കേന്ദ്രമാണ്. റഹ്മത്തിന്റെ മാലാകമാർ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന മന്ദിരമാണ്. ഇത് ദീനിന്റെ ആലിമീങ്ങളാണ്. വഹും ഫി ഉജൂഹിൽ അർളി അഖ്മാറൂ, അവർ ലോകത്തിന്റെ വെളിച്ചമാണ്. അവരെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ജാഹിലീങ്ങളാവട്ടെയായിരുന്നു. ലൗലൽ ഉലമാഉ ലൗലം യകുനിൽ ഉലമാഉ ലസാറന്നാസു കൽ ബഹായിമി. പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ, ആലിമീങ്ങളില്ലായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ആലിമീങ്ങളുടെ പ്രസ്ഥാനമുണ്ടാക്കിയ ഈ മദ്രസകളില്ലായിരുന്നുവെങ്കിൽ, അതോടെ ഇല്ലാണ്ടായിട്ടിന്നെങ്കിൽ ലക്സാറന്നാസു കൽ ബഹായിമി, ആൾമാരെല്ലാം മൃഗത്തെ പോലെ ആവട്ടിയാറ്, കാട്ടുകന്നാലികളെ പോലെ ആവട്ടിയാറ്, പൈക്കളെ പോലെ, ആടുകളെ പോലെ ആവട്ടിയാറ്. ദീനറിയാതെ, മതമറിയാതെ, ഈമാൻ അറിയാതെ, ഇസ്ലാം അറിയാതെ, ഖബർ അറിയാതെ, ആഖിറം അറിയാതെ, അല്ലാഹനെ അറിയാതെ, റസൂലിനെ അറിയാതെ അവർ ജീവിക്കുമായിരുന്നു. അതിൽ നിന്നിട്ടെല്ലാം അങ്ങനെ ജീവിക്കുന്നതിൽ നിന്ന്, മൃഗസമാനമായി ജീവിക്കുന്നതിൽ നിന്ന്, ഒന്നും അറിയാതെ ജാഹിലീങ്ങളായി, പക്കാ ജാഹിലീങ്ങളായി, ഈമാനില്ലാത്തവരായി, അദബില്ലാത്തവരായി, ബഹുമാനമില്ലാത്തവരായി ജീവിക്കുന്നതിൽ നിന്ന് മനുഷ്യന്മാരെ തടഞ്ഞു നിർത്തി നന്നാക്കിയത് അലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. അവർ ദീനിന്റെ വെളിച്ചമാണ്. അവരെ ബഹുമാനിക്കണോ? പ്രായമുള്ളവരെ ബഹുമാനിക്കണോ? വയസ്സുള്ളവരെ ബഹുമാനിക്കണോ? ഹിരിയന്മാരെ ബഹുമാനിക്കണോ? താടിമുടി നരച്ചങ്ങളെ നല്ലോണം ബഹുമാനിക്കണോ? കാരണം ഞങ്ങളെ കാട്ടിയേറെ അല്ലാഹ്ക്ക് സുജൂദിട്ടങ്ങ, ഞങ്ങളെ കാട്ടിയേറെ അല്ലാഹ്ക്ക് ഇബാദത്തെടുത്തങ്ങ, ഞങ്ങൾക്ക് വേണായിട്ട് കുറേ ജാവ് പോള് വെയിൽ കൊണ്ടങ്ങ, ഞങ്ങൾക്ക് വേണായിട്ട് നല്ലോണം ഉറക്കു പേടിച്ചങ്ങ, ഞങ്ങൾക്ക് വേണ്ടി നടന്നിട്ട് ചെരുപ്പ് കുറേ തയഞ്ഞിട്ട് പോയങ്ങ, ഞങ്ങൾക്ക് പെരുന്നാക്ക് പുതിയ ചട്ടയിട് വേണായിട്ട് പതിയ ചട്ടയിട്ട് ഇട്ടിട്ട് പണിയെടുക്ക പോയാള് ഞങ്ങളബ്ബ. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആമീൻ ചൊല്ല്. ഞങ്ങളെ ബാപ്പ ഉമ്മാന്റെ ഖബറല്ല സ്വർഗ പൂങ്കാവനമാക്കട്ടെ. സ്വർഗത്തിന്റെ കവാടം അവരിലേക്കല്ല തുറന്നു കൊടുക്കട്ടെ. ഞങ്ങളോതിയ ഖുർആനിന്റെ ചെയ്ത സദഖയുടെ മിഥില് സവാബ് പ്രതിഫലം അവരെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിട്ടുള്ള ഞങ്ങളെ അബ്ബ ഉമ്മാക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ, ഏറ്റിക്കൊടുക്കട്ടെ. അല്ലേ? ഞങ്ങളെ ബഹുമാനിക്കണോ? ബാല്യക്കാരിൽ നല്ല വിരസപ്പാട് വേണോ?
ഞങ്ങളെ ബാല്യക്കാർ ആരി ബാല്യക്കാർ യുവാക്കളാറ് യുവാക്കൾ ആരി യുവാക്കളും ചെല്ലങ്ങ ഒരു ദീനിൻ്റെ നട്ടല് ബാല്യക്കാരെ സൈഡാക്കൊതിയറപ്പോഴും ചെല്ല ഗടിപിടിയല്ല ആവൂ ബാല്യക്കാരല്ലേ അല്ലേ 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 നിങ്ങൾ നട്ടൊട്ടിക്കില്ലേ നക്കി നിങ്ങൾ എന്താക്കിങ്ങാവൂ ഈ സദസ്സിൽ അപ്പുറപ്പുറാക്കിട്ടെന്നൊക്കെ ഭയങ്കര വിശ്വാസമാവിടോ നൻ്റെ ഈ സ്റ്റൈല് നിങ്ങൾക്ക് ചിലപ്പോൾ ബേജാറും ആവും ആയെങ്കിൽ നക്കയിൽ ബേജാറില്ല പണ്ട വർഷം നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ നക്ക് സന്തോഷമേ ആണ്ടുമ്പോൾ വയല് പറയണോ ഞാൻ നേർച്ചാക്കിയിട്ടും ഇല്ല അള്ളാൻ്റെ ഇൽമ ഹക്ക് പോലെ ചൊന്നിട്ട് പറഞ്ഞോന്നൊരു നിയത്താക്കിയിടെ അത് നക്ക് ഉപകാരപ്പെടണോ പിന്നെ കേട്ടങ്കും ആണ്ടുമ്പോൾ വയല് പറയണോ ഞാൻ നേർച്ചെന്തോ ആക്കിയിട്ടില്ല അപ്പം നിങ്ങൾ മജിലിസിൽ നല്ല ഇൽതയ്ക്കണം എന്തുണ്ടെങ്കിൽ പിന്നെ എഴുതങ്ങ എഴുതണോ പോണ്ടെങ്ങ പോണോ പറഞ്ഞെങ്കിൽ പറഞ്ഞ അല്ല സൈഡ് ഇല്ല അതിപ്പ് പോകണം അതിപ്പ് വെളുതെ നിങ്ങൾ കുറേ ഇബാദത്തെടുക്കണ്ട അതിൻ്റെ അർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല ഉസ്താജൊന്നും കുറേ വേണ്ട 4 മയ്യാവും മാരിമ സുബൈ അങ്ങനെ ഉണ്ടല്ലേ അതേ മയ്യാവും അല്ലെങ്കിൽ പണ്ടേ മാത്രമേ സുബൈക്ക് പിന്നെ ഇന്നോളം ഇല്ല പണ്ടടുത്ത് ദുബൈക്ക് പോയല്ല സുബൈക്ക് ഒന്നേ ഇല്ല അവനക്ക് ദുബൈക്ക് പോയാൽ ദുബൈക്ക് പോയിട്ട് പിന്നെ 3 തിങ്കൾ അവിടെ നിന്നാ അവനക്ക് ശരിയായില്ല വിസ വേണ്ട പോലെ ആയില്ല വിസിറ്റിങ് തീന്നിട്ട് വന്നിട്ടാകുമ്പോൾ എങ്ങനെ ഉള്ള ഒന്നുണ്ട് ദുബൈക്ക് പിന്നെ പോയിട്ട് 3 തേച്ചങ്ങ് വയ്യാവും നല്ല കാശ്മീരി ആപ്പിൾ പോലെ ആവിടും വെളുത്ത് അല്ലേ സാർ ചിരിയല്ല ചോന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കറുത്തങ്ങ് മോശമല്ല അവിടെ എത്തും വിളിക്കറും അവിടുത്തെ ബേളങ്ങത്തത് നല്ല ചന്ത ഇടുക അത് പറയുമ്പോൾ നല്ല ഫസ്റ്റ് പറയുമ്പോൾ നല്ല സ്പ്രേ ലിക്കറല്ലേ ചെറുപ്പെല്ലാം നല്ല ദമ്മുള്ളത് 4 ഇഞ്ച് ഉദ്ദ വന്നിട്ട് കൂടി ഇങ്ങനെ നടക്കുന്ന ബസ് എന്ത് ക്യാ ഹേ ശരിയായിട്ടില്ല വിസ എന്തോ ശരിയായിട്ടില്ല ഓക്കെ ഇൻഷാല്ല അളിയെ ഇട്ട് ചൊന്ദ്ര വിളിക്കുക ചൊന്ദ്ര മെഡിക്കലെല്ലാം ആക്കിയിട്ട് വെക്ക് ചൊന്ദ്ര ആട്ടെ അൽഹംദുലില്ലാ ഇൻഷാല്ല അല്ലാഹു ഖൈറിലാക്കട്ടെ എല്ലാം ചന്താക്കട്ടെ ഞെന്തു പറഞ്ഞിട്ട് പിന്നെ കേട്ട് മാഷാല്ല തടിയെല്ലാം നന്നായില്ല അങ്ങനെ ഗൾഫ് കണ്ടില്ല ഗൾഫ് ഗൾഫ് എന്ത് ഞങ്ങൾ ഇവിടുത്തെ പോലുമേ പോലെ പിന്നെ ഗൾഫ് ഇവിടുത്തെ പോലുമേ സൗദി ദുബായ് അബുദാബി ഖത്തർ ന്യൂസിലാൻഡ് അറബി എല്ലാം ഇവിടുത്തെ പോലുമേ പോലും പിന്നെ എന്തില്ല ഇവിടുത്തെ പോലെ ഒരു ചെറിയ ചേഞ്ച് എത്ര ഒരു ചെറിയൊരു ചേഞ്ച് എന്തില്ല ഊടെ സുബി എല്ലാ ബാങ്കും പിന്നെ അല്ലാഹു അക്ബർ അല്ലേ അവിടെ മാത്രം ഒന്ന് യാറെ കൂട്ടറാറ് അസ്സലാത്തു ഖൈറും മിനൻ നൗം ചൊല്ലാറ് കാരണം ഈ ചങ്ങയ്ക്ക് അവിടെ പോയിട്ട് ആ ജണ്ട് നിങ്ങൾ ഡ്യൂട്ടി അത് ജാവും ഈ ചങ്ങ കേട്ടതേ സുബൈ ബാങ്ക് അത് ജന്മത്തിലൂടെ 42 വർഷം ആദ്യത്തെ കേട്ടിട്ടേ ഇല്ല ഓൻ ഫസ്റ്റ് അവിടെ പോയിട്ട് കേട്ടതേ സുബൈ ബാങ്ക് അവൻ ചൊല്ലിട്ടല്ല അതൊന്ന് ചേഞ്ച് ചെയ്ത് ബാക്കിയല്ല സേമോ നിങ്ങൾ ഇങ്ങളിച്ചിരിക്കുമ്പോൾ നക്കെ ഡൗട്ടാവും ആ പോയ ഊർത്തോണേ അങ്ങനെ ആട്ടിക്കൊരുക്ക പുണ്യമൊക്കെ പള്ളിക്ക് ബന്ധം വയ്യാവല്ല പള്ളി നിസ്കരിക്കുള്ളത് മദ്രസ ദീന് പഠിപ്പാട്ടും ഉള്ളത് അത് പണ്ണിയും കാട്ടുവേനായിട്ടുള്ളതല്ല സമസ്തന്റെ മദ്രസ ഞങ്ങൾ മദ്രസ ഭയങ്കര റിച്ച് കോൺക്രീറ്റ് അങ്ങനെ കാട്ടുകൊള്ളതല്ല ഒരു കിടാവ് എത്ര ക്ലാസ്സുള്ള മദ്രസ ഉണ്ട് ഇവിടെ 10 മാഷാ അല്ലാ ഉൽഗ പറമ്പത്തേക്ക് വന്ന് ആ കഷ്ടപ്പാടുണ്ടല്ലേ നാളെ കാസർഗോഡ് അപ്പുറം വന്ന് ഞങ്ങൾ ഷാഫി ഉസ്താദ് പഠിച്ച കോളേജിലവിടെ ഞങ്ങൾ റായ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അപ്പോൾ അവിടുന്ന് വന്ന് 4:30 ಗಂಟೆಗೆ ಇಳಿഞ്ഞിರ ಹುಡುಗತ್ತು ಬೆಟ್ಟೆ 10 7:30 ಗಂಟೆಗೆ ಎತ್ತನಾಯಿ ವಾಡಗೆಲ್ಲ ಹೋಗಿತ್ತು ഈ ഗൂഗിൾ റിജ് വന്നിട്ട് അല്ല കാത്ത് അത് സാറില്ല എന്തായിട്ട് ടൈം കിട്ടി അൽഹംദുലില്ലാ എന്നെങ്കിലും ഇങ്ങനത്തെ ആയത്തിൽ 10ാം ക്ലാസ്സോളം മദ്രസ എന്നത് അല്ലാഹു തആല നമുക്ക് ചെയ്ത വലിയ നിയമത്താണ് അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സിലബസ് പ്രകാരം വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പ്രകാരമുള്ള മദ്രസ അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് 10,000-11,000 പരം വരുന്ന 10,000 ജില്ലാനും 11,000-ഓളം വരുന്ന മദ്രസകളാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട് കേരളത്തിലുണ്ട് കർണാടകയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട് ശ്രീലങ്കയിലുണ്ട് സിംഗപ്പൂരിലുണ്ട് സൗദിയിലുണ്ട് ദുബൈയിലുണ്ട് അങ്ങ് ലണ്ടനിൽ അടക്കമുണ്ട് സമസ്തയുടെ മദ്രസകള് ഒരുപാടാണ് ആ 11,000-ഓളം വരുന്ന മദ്രസകളിൽ 10 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ 1 ലക്ഷത്തി ജില്ലാന മുസ്താദുമാർ പഠിപ്പിക്കുന്ന മദ്രസകളിൽ ഒരു മദ്രസ ഞങ്ങളെ ജാരികബയിലെ മദ്രസ അത് മക്കളില്ലാണ്ട് ക്ലാസ് നടക്കാണ്ട് കാല്
ആലിയാവോ തീരാ, അത് നല്ലോണം ഉപയോഗപ്പെടുത്തണോ. ആ മദ്രസയിൽ മക്കളെ കിടത്തിയിട്ട് ക്ലാസ് ചന്താക്കണോ, നല്ല സിസ്റ്റമില് പോണോ. 8ാം ക്ലാസ്സോളം പഠിച്ച കിടാവരെ നോക്കിയിട്ട് അബ്ബ ചൊല്ലതീറ മയ്യാവുമോണോ, ഇനി മയ്യാവോ ഉമ്മ ചൊല്ലതീറ മോളൊത്ത മയ്യാവുമോളോ ബെൽദായല്ലേ. 7ാം ക്ലാസ്സോളം പോണ്ടോ, പിന്നെ ഉമ്മമ്മെ വിളിച്ചിട്ട് ചൊല്ലോ മയ്യാവും മയ്യാവും മദ്രസ 7ാം ക്ലാസ് മയ്യാവും ബെൽദായല്ലേ. ആട്ട് സാറില്ല ബെൽദായി ചെന്നിട്ട് മദ്രസ മതിയാക്കിയ ഉമ്മ എന്താക്കിറോന്നുണ്ടാ മൂട് വിതരൊക്കെ കോളേജ് കടത്തിക്കൊണ്ടുണ്ട്. ആൾവാസക്ക് പോട്ടു ആൾവാസിൽ പഠിക്കണോ, മെഡിക്കൽ കോളേജിൽ പഠിക്കണോ, വക്കീലാവണോ, എല്ലാം ആവണോ. നാ ഒന്ന് കേൾക്കടാ, ഇവിടെ കാലിൻ്റെ അടിയിലുള്ള മദ്രസക്ക് 8ാം ക്ലാസ് പഠിക്കുക വരുമ്പോഴത്തേക്ക് ബെൽദായി കിടാവോ, അവിടെ ഡിഗ്രിക്ക് പഠിക്കോ 80 കിലോമീറ്റർ അപ്പുറം പോകുമ്പോൾ എങ്ങനെ ചെറുതായോ എന്നിട്ട് കിടാന്ത് സ്പ്രിംഗാ. നാളെ ആഖിറത്തുക്ക് ഉപകാരമുള്ളത്. നീ നാളെ മരിച്ചു കിടന്നാൽ നിന്റെ കബറും പുറത്ത് വന്നിട്ട് ഉമ്മാക്ക് പൊറുക്കല്ലോ, പാപ്പാക്ക് മാപ്പാക്കല്ലാ, അസ്സലാമു അലൈക്കും അബ്ബാ, അസ്സലാമു അലൈക്കും ഉമ്മ എന്ന് പറഞ്ഞിട്ട് നിന്റെ മക്കള് നിന്റെ കബറും പുറത്ത് വന്നിട്ട് ദുആരക്കണമെങ്കിൽ, കണ്ണുനീർ വാർത്തിട്ട് ദുആരക്കണമെങ്കിൽ അവർ ആ മദ്രസയിൽ പഠിക്കണോ. അതിന് വലിയ നേതൃത്വം നൽകുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ.